നമ്മുടെ സംസ്കാരത്തെ പഠിക്കാനും പഠിക്കാതിരിക്കാനും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്നത്തെ കലിയുഗത്തിൽ ഗുണത്തിനേക്കാൾ അധികം ദോഷമാണ് കാണുന്നത്. കാരണം പ്രായമായ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണയൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമുക്കൊക്കെ അപചയം, അധോഗതി ഉണ്ടാകുന്നത്. മറ്റ് ആരെ നമ്മൾ നോക്കുകയാണെങ്കിലും അവരുടെ സംസ്കാരത്തെ അഭിമാനത്തോടുകൂടി കാണുകയും പഠിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് വേദത്തെ ആയാലും ഉപനിഷത്തുകളെ ആയാലും ഭഗവത്ഗീതയാണെങ്കിലും ശ്രീമദ് ഭാഗവതം പോലെയുള്ള പുരാണങ്ങളായാലും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അതില്ലാത്തതിൻ്റെ കുറവ് ധർമ്മത്തിൻ്റെ ച്യുതി, അധർമ്മത്തിൻ്റെ വിളയാട്ടം അല്ലെങ്കിൽ അധർമ്മത്തിൻ്റെ ആധിക്യം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് വേദം തുടങ്ങിയിട്ടുള്ള ആരുഷ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മിക്കവാറും എല്ലായിടത്തും പോകുമ്പോൾ അമ്പലത്തിലെ കമ്മിറ്റിക്കാരുടെ ഒരു അപേക്ഷ ആയിട്ട് പറയാറുണ്ട്, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ധർമ്മത്തിൽ, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ചുമതലയാണ് അടുത്ത തലമുറയിലുള്ള കുട്ടികളെ അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അഭിമാനം കൊണ്ട് നമ്മൾ വിജൃംഭിതരാകണം എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ലോകത്തിൽ ഇത്രയും ഉദാത്തമായ, ഉന്നതമായ, ശ്രേഷ്ഠമായ ഒരു സംസ്കാരം ഇല്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് നമ്മളതിൻ്റെ ആ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ല. ഇതിനെ വിമർശിക്കുന്നവർ പോലും ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വളരെ പുകഴ്ത്തി പറയുന്ന ഒരു പതിവ് കാണുന്നുണ്ട്. അതിൽ നിന്നർത്ഥം നിഷ്പക്ഷമായിട്ട് ഇതിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരമാണ്, ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭാഗവത സപ്താഹയജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗവതം തന്നെ, ഭാഗവതം മാത്രമല്ല, എല്ലാ ഗ്രന്ഥങ്ങളും, പുരാണങ്ങളാവട്ടെ ഉപപുരാണങ്ങളാവട്ടെ, ഇതെല്ലാം തന്നെ വേദത്തെ അടിസ്ഥാനമാക്കി ആണ് എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, നിഗമകൽപ്പതരോർ ഗളിതം ഫലം. ശ്ലോകം നിങ്ങളൊരു പക്ഷേ ഇവിടുത്തെ ആചാര്യൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും. നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുഖമുഖാദ് അമൃതദ്രവ സഹിതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നിഗമകൽപ്പതരോർ ഗളിതം ഫലം, വേദമാകുന്ന വൃക്ഷത്തിൻ്റെ ഫലമാണ് ശ്രീമദ് ഭാഗവതം. വേദത്തെ ഒരു വലിയൊരു മഹാവൃക്ഷമായിട്ട് സങ്കല്പിക്കുന്നൊരു പരിപാടി നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ പ്രത്യക്ഷമായിട്ട് പരാമർശിക്കുന്ന ആദിമഗ്രന്ഥമാണ് വേദം എന്നുള്ളത് കൊണ്ടാണ്. ആ വേദത്തിൻ്റെ കൊമ്പിൽ കാണുന്ന ഫലം, പഴം, അത് വേണ്ട പോലെ പാകമായ ഒരു കായാണ് ഫലം എന്ന് പറയുന്നത്. അതിൽ ഉണ്ടായതാണ് ഗളിതം ഫലം. ശുഖമുഖാൽ, ശുഖമുഖത്തിൽ നിന്നും പുറത്തു വന്നതാണ്. അമൃതം, അമൃത സമാനമാണ്, അമൃത തുല്യമായിട്ടുള്ളതാണ്. ആ ഭാഗവതം ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും സാക്ഷാൽ വേദത്തിൻ്റെ ആശയത്തെ പിൻപറ്റിയിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെ ഇങ്ങനൊരു ശ്ലോകം പറയാൻ കാരണം. അതുപോലെ തന്നെ ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൽ അവസാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സത്യം പരം ധീമഹി. ആ ധീമഹി എന്നുള്ള വാക്ക് വേദാന്തസാരമായ, വേദസാരമായിട്ടുള്ള ഗായത്രിയുടെ
സാരമാണ്. അപ്പം എങ്ങനെ നോക്കിയാലും നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളൊക്കെ വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അപ്പം എന്താണ് വേദം എന്നുള്ളതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടാവാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഇടയിൽ. 100 പേരെ എടുത്താൽ എത്ര പേർക്ക് വേദത്തെക്കുറിച്ചൊരു 4 വാചകം പറയാൻ പറ്റുന്നുള്ളത് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് കുട്ടികളായാലും പ്രായമായവരായാലും ഒക്കെ കണക്കാണ്. കാരണം എന്താ വെച്ചാൽ ഒക്കെ ഒരു കഥയാണ്. കാരണം വേണ്ട സമയത്ത് കഴിഞ്ഞ 2-3 തലമുറകളായിട്ട് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാകുന്ന രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വൈദേശിക ആക്രമണം തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ നമ്മുടെ സംസ്കാരം ശരിയല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്ഥാപിത താല്പര്യക്കാരുടെ പ്രവൃത്തിയാണ്. ഞാൻ വേദവും വൈദിക കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന അനാചാരങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും 100% പൂർണ്ണമായിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സംസ്കാരവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ സമ്പ്രദായമെല്ലാം കുറച്ച് അതിൽ അനാചാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ മാറി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. എന്നാലെങ്കിലും അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള സമൃദ്ധി മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നൊരു വിചാരമുണ്ട്. എത്ര സാമ്പത്തികം ഉണ്ടായാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. എത്ര കാശ് നമ്മുടെ ബാങ്കിൽ FD ആയിട്ട് കിടന്നാലും കാര്യമില്ല. മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതിനു വേണ്ടിയുള്ള വഴികളാണ് പ്രധാനമായിട്ടും ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദം എന്താണ്, ഉപനിഷത്ത് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഉദ്ദേശം സഫലമാവും. ഇതൊരു തുടക്കം മാത്രമാവണം. കാരണം നിങ്ങൾക്കൊക്കെ ഒരു ദിവസം കൊണ്ട് വേദത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞു തരാൻ എനിക്ക് കഴിവില്ല. അത് ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ തീരുന്ന വിഷയമല്ല. ഒരാഴ്ച കൊണ്ട് തന്നെ പഠിക്കാനുള്ളതാണ് ഒരു വേദം. അങ്ങനെ 4 വേദങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ സംസ്കാരത്തിലുണ്ട്. അതുകൂടാതെ ഉപവേദങ്ങളും വേദാംഗങ്ങളൊക്കെ വേറെ എത്രയോ ഉണ്ട്. 100 ഗ്രന്ഥങ്ങൾ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും വേദം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് വേദം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ പൊതുവെ ആർക്കും ഉണ്ടാവാറില്ല. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഞാനൊരു ദിക്കിൽ ഇതുപോലെ ഒരു 10-15 കൊല്ലം മുമ്പേ ഒരു ക്ലാസ് എടുക്കാൻ പോയി. ഒരു സാമുദായിക സംഘടനയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു പ്രഭാഷണം വേണമെന്ന് പറഞ്ഞു. ഞാൻ പലയിടത്തും ഈ കഥ പറയാറുള്ളതാണ്. കഥയല്ല, നടന്ന കാര്യം. അപ്പം ഞാൻ ഈ പരിപാടി നടത്തുന്ന തൊട്ട് മുൻപ് ഒരു ക്വിസ് പ്രോഗ്രാമായിരുന്നു. കുട്ടികളൊക്കെ ധാരാളം പേരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കാണാൻ ഇടയായി. കുട്ടികളൊക്കെ വളരെ നല്ല ബ്രില്യൻ്റാണ്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ തലമുറ, ഞാനൊക്കെ ഒരു മധ്യവയസ്കനാണ്, നമ്മുടെ തലമുറയേക്കാൾ ശരിക്കും പറഞ്ഞാൽ IQ വളരെ കൂടുതലാണ് ഇന്നത്തെ കുട്ടികളൊക്കെ. അത് ഗുണമായാലും ദോഷമായാലും അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, അത് പ്രതിഫലിക്കും. അപ്പം ഞാൻ ഈ ക്വിസ് കഴിഞ്ഞിട്ട് ക്ലാസ് ഒരു പ്രഭാഷണം പറയാൻ പറ്റിയ ഒരു ക്ലാസ് പോലെയാണ്. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ കുട്ടികളൊക്കെ ഫ്രണ്ടിലിരിക്കില്ല. കാരണം അത് കഴിഞ്ഞാൽ സമ്മാനദാനമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, എൻ്റെ വിഷയം വേദമാണ് ഞാൻ അന്ന് പറയാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ. അവരോട് ചോദിച്ചു, പ്രായമായവരാരും പറയണ്ട, കുട്ടികൾ പറഞ്ഞാൽ മതി, എത്ര വേദങ്ങളുണ്ടെന്ന് ചോദിച്ചു.
എത്ര വേദങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും സംശയമാവും എത്ര വേദങ്ങളുണ്ടെന്ന്. കാരണം സ്കൂളിൽ ഇതൊന്നും പഠിപ്പിക്കില്ല. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം. അപ്പം അതുകൊണ്ട് കുട്ടികളോട് ചോദിച്ചപ്പോൾ കുറച്ച് നേരം പരിങ്ങി അവസാനം 1-2 പേര് പറഞ്ഞു. എന്താ പറഞ്ഞു? 4 വേദങ്ങൾ അറിയാം. 4 വേദങ്ങൾ അത് മനസ്സിലാക്കിയുള്ളത്. ചതുർവേദങ്ങൾ എന്ന് പറയാം. 4 വേദങ്ങളാണ് ഉള്ളത്. അപ്പോൾ കുട്ടികൾ അവസാനം 1-2 പേര് പറഞ്ഞു 4 വേദങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, എന്തായാലും നിങ്ങൾ ക്വിസിനൊക്കെ വന്നതാണല്ലോ, അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ആ 4 വേദങ്ങളുടെ പേരെന്ന് പറയാൻ പറഞ്ഞു. ഒരു 2 മിനിറ്റ് കഴിയേണ്ടി വന്നു. ഏതോ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് കഷ്ടിച്ച് അക്ഷരസ്ഫുടത ഇല്ലാതെ 4 വേദങ്ങളുടെ പേര് പറഞ്ഞു. ഞാനിപ്പോൾ ആരോട് ചോദിക്കുന്നില്ല വേദങ്ങളുടെ പേരെന്താണ്. പ്രായമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം നാണക്കേടാവും. ഞാൻ എല്ലാവരെയും മോശമായിട്ട് പറയില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള ആൾക്കാർ ധാരാളം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. വേണം, എല്ലാവർക്കും പാണ്ഡിത്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് വിവരം ഉണ്ടാവുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് വളരെ കുറവാണ്. 4 വേദങ്ങളാണുള്ളത്. 4 വേദങ്ങളും ഒന്നായിരുന്നുവെന്നും 4ആക്കി തിരിച്ചു എന്നുള്ള കഥകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വേദവ്യാസൻ എന്ന് പേര് വന്നത്. വേദത്തെ വ്യസിച്ചു എന്നുള്ളതാണ് കൃഷ്ണദ്വൈപായൻ എന്ന മഹർഷി. അപ്പോൾ വ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്നർത്ഥം. വിഭജിക്കുക, സൗകര്യത്തിന് വേണ്ടി വിഭജിച്ചു എന്നാണ്. അപ്പോൾ 4 വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ഉദ്ദേശമുണ്ട്. അപ്പോൾ വേദങ്ങൾ 4ആണ്. അവ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നാല് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ടെക്സ്റ്റുകളെന്ന് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. 4 ഗ്രന്ഥങ്ങൾ. അപ്പം അങ്ങനെ പറയുമ്പോൾ ആദ്യം നമ്മൾ സംശയം വരേണ്ടത് വേദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണം. 4 വേദങ്ങളാണ് സംബന്ധിച്ചു. അപ്പോൾ വേദം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഡെഫിനിഷനൊക്കെ ഉണ്ട്. ഞാൻ വളരെ ചുരുക്കി ചിലത് മാത്രം പറയാം. അപ്പോൾ വാക്ക് തന്നെ സംസ്കൃതത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷമായിട്ട് കണക്ട് ചെയ്യാത്ത വിഷയങ്ങൾ പറഞ്ഞു വരും, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വേദം എന്നുള്ള വാക്ക് സംസ്കൃത വാക്കാണ്. ലോകത്തിലെ ഏറ്റവും പൗരാണികമായ ഭാഷകളിൽ ഒന്നാണ്. ഒരുപക്ഷെ ഇന്ന് നിലനിൽക്കുന്ന ഭാഷകളിൽ ഏറ്റവും പൗരാണികമാണ്, ഏറ്റവും ശാസ്ത്രീയമാണ്. സംസ്കൃത ഭാഷ പഠിച്ചാൽ നമ്മുടെ സംസ്കാരം തന്നെ മാറും. സംസ്കൃതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കരിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥമാണ് സംസ്കൃതം എന്നുള്ള വാക്കിനുള്ളത്. പ്യൂരിഫൈഡ് ആയിട്ടുള്ള, വളരെ അത്രയും റിഫൈൻഡ് എന്ന് പറയും. റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധമാക്കപ്പെട്ട, സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് സംസ്കൃതം. അതിന് വേറെ പദങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സംസ്കൃതം എന്ന് പറയുന്നുണ്ട് ജനറലായിട്ട്. ആ ഭാഷയുടെ പ്രത്യേകത, നമ്മൾ ആ ഭാഷ കുട്ടികളെ പഠിപ്പിച്ചാൽ അവരുടെ സംസ്കാരം പോലും മാറും. കുറച്ചുകൂടി ഉന്നതമായ സംസ്കാരം പലതരത്തിലും മാറാം. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. 1000 പേരിൽ ഒരാൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ 1000 പേരിലാണ് 999 പേരിലും ആ സംസ്കാരത്തിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ചിന്താഗതി മാറി. ഒരു ഭാഷ പഠിക്കുന്നത്, മാതൃഭാഷ, നമ്മുടെ പെറ്റമ്മയുടെ ഭാഷ കഴിഞ്ഞാൽ പിന്നെ ആദ്യം പഠിക്കേണ്ട ഭാഷ സംസ്കൃത ഭാഷയാണ്. ആ സംസ്കൃതത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ വായിച്ചു കേട്ട ഭാഗവതവും പുരാണങ്ങളെല്ലാം, ഉപനിഷത്തുകൾ, വേദങ്ങളൊക്കെ ഈ സംസ്കൃത ഭാഷയിലാണുള്ളത്. ഈ സംസ്കൃത ഭാഷയുടെ പ്രത്യേകത നിരവധിയുണ്ട്. നിങ്ങളൊരു പക്ഷേ ഗൂഗിൾ ചെയ്താൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഇടയ്ക്കൊക്കെ പറയാം. ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ, സെർച്ച് ചെയ്താൽ കിട്ടും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ
ഒരു ഫോറിൻ ഒരു റിസർച്ച് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ ഏറ്റവും അധികം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഭാഷ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് ഏറ്റവും യോജിച്ച ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണെന്നാണ് വിദേശികൾ പറഞ്ഞത്. നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വിദേശികൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാവും. പിന്നെ അതിൽ അപ്പീലില്ല. ഒരു സായിപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ കവാത്ത് മറക്കാൻ പറയുന്നത് വളരെ ശരിയാണ്. സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയ ധാരാണ്ടിനാണോ വലിയ കേമനാണെന്നുള്ളൊരു വിചാരം നമുക്കൊക്കെ ഉണ്ട്, ഇല്ലേ? എനിക്കും ഉൾപ്പെടെ നമുക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അടിമത്ത മനോഭാവം നമ്മുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളത്. അവർ നല്ല ആൾക്കാർ ധാരാളം ഉണ്ട്, നല്ല പണ്ഡിതന്മാരുണ്ട്, സ്കോളേഴ്സ് ഉണ്ട്. പക്ഷെ അവർ കാണുമ്പോൾ എല്ലാവരും ധനികരാണെന്നോ പണ്ഡിതന്മാരാണെന്നോ വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മളെപ്പോലെ തന്നെയാണത്. പക്ഷെ അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കൊക്കെ ഉണ്ട്. ഇത് നമ്മൾ സ്വയം വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അവർ പറയുന്നത് സംസ്കൃത ഭാഷ കമ്പ്യൂട്ടറിന് ഏറ്റവും പറ്റിയ ഭാഷയാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് പറയുക, ഇത്രയും ഗ്രാമർ കൊണ്ട് സമ്പുഷ്ടമായ വ്യാകരണം, ഇത്രയും സുസംഘടിതമായ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ വേറൊരു ലോകത്തിലൊരു ഭാഷയില്ല. യൂറോപ്പിൽ ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ പല സംസ്കാരങ്ങൾ, ഇപ്പോൾ യവന സംസ്കാരം, ഗ്രീസിലൊക്കെ ഒരുപാട് വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തോട് കിടപിടിക്കുന്ന ഒന്നാന്തരം സംസ്കാരവും ഭാഷയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പലതും മണ്ണടിഞ്ഞു പോയി. ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്, നമ്മൾ സോക്രട്ടീസിനെ പോലുള്ള ഒരുപാട് പേരെ നമ്മൾ പഠിക്കാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും വലിയൊരു ഫിലോസഫർ യൂറോപ്പിലുണ്ടാവില്ല. സോക്രട്ടീസ് പോലുള്ള ആൾക്കാർ, അരിസ്റ്റോട്ടിൽ സയൻറ്റിസ്റ്റായിരുന്നു, ഫിലോസഫറായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഒരു മഹർഷിയെപ്പോലെ കാണണമെന്ന് പറയുന്നത് മഹർഷി തന്നെയാണ് അവർ. കാരണം അവർ വലിയ ഗ്രേറ്റ് ഫിലോസഫറാണ് അല്ലെങ്കിൽ ഗ്രേറ്റ് സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും അതുപോലെ കാണണം. പക്ഷെ അവിടെയുള്ള സംസ്കാരങ്ങൾ പലതും മണ്ണടിഞ്ഞു പോയെങ്കിലും ഇന്നും ലോകത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന ഭാഷയാണ് സംസ്കൃതം. സംസ്കാരമാണ് നമ്മുടെ സനാതന ധർമ്മ സംസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ ആണിക്കല്ലാണ് വേദം. അപ്പോൾ സംസ്കൃതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കരിക്കപ്പെട്ടതെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ സംസ്കൃത ഭാഷയിലുള്ള വാക്കുകളൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന 80% വാക്കുകളുണ്ട്. ഇപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകളായിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലം വരെ ഭൂരിഭാഗം വാക്കുകളും സംസ്കൃത ഭാഷയിൽ നിന്നുള്ളതായിരുന്നു. ഇപ്പോഴും അതെ, നമ്മൾ സംസാരിക്കുന്നതിൽ ഒരു 80% അല്ലെങ്കിൽ 70% വാക്കുകളും ഇംഗ്ലീഷ് ഒഴിച്ചു നിർത്തിയാൽ സംസ്കൃത ഭാഷ. അപ്പം അങ്ങനെ സംസ്കൃത ഭാഷയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത ഞാനിപ്പോൾ പറയാം. എല്ലാ വാക്കുകൾക്കും ഒരു അർത്ഥമുണ്ട്. ആ വാക്കിൽ ഒരു അർത്ഥമുണ്ട്. വെറുതെ ഒരു വാക്ക് പറയാം. ആ വാക്കിന് ഒരു റൂട്ട് എന്ന് പറയും. അതിനൊരു വ്യുൽപ്പത്തി, ഒരു പദം. ആ പദം ഉണ്ടായതിനൊരു കാരണം ഗ്രാമറിൽ, വ്യാകരണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വേദം എന്നുള്ള വാക്ക്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിത് ജ്ഞാനേ, ജ്ഞാനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വേദം എന്നുള്ള വാക്കുണ്ടായത്. ജ്ഞാനാത്മകമായത് എന്തും വേദമാണ്. അതുകൊണ്ടാണ് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം ഇങ്ങനെയുള്ള വേദം എന്ന് പറയുന്നത് തന്നെ. കാരണം അവിടെ ജ്ഞാനം, നോളേജ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. വിത് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ്, അഥവാ റൂട്ടിൽ നിന്നാണ് വേദം എന്നുള്ള വാക്കുണ്ടായത്. അപ്പം നമ്മൾ 4 വേദം എന്ന് പറഞ്ഞാൽ പോരാ. ഏത് ജ്ഞാനവും വേദത്തിൽ അന്തർലീനമാണ്. എല്ലാം വേദമായിട്ട് കണക്കാക്കണം. അതിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, പൂജിക്കണം. നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്, നമ്മുടെ പാരമ്പര്യം അതാണ്. അപ്പോൾ വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഇതൊരു വാക്കിൻ്റെ കൂടി ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. ഞാനൊരു ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആയുർവേദം എന്നുള്ള വാക്ക് ആയുസ്സിൻ്റെ വേദമാണ്. ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. 2000 കുഴപ്പമില്ല. വേദത്തിൻ്റെ കണക്ക് ഞാൻ പറയാം. ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. അപ്പോൾ ആയുസ് എന്നുള്ള വാക്ക് 2 അക്ഷരമേ ഉള്ളൂ. ആയുസ് 2 അക്ഷരങ്ങൾ ചേർന്നാണ് ആയുഹു എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഈ ആയുസ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം
ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവുള്ളൂ. ഏതി ഗച്ഛതി ഇതി ആയുഹോ എന്നാണ് അതിൻ്റെ റൂട്ട്, ധാതു അല്ലെങ്കിൽ വന്ന വഴി. ആ വാക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഗമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏതാണോ അതാണ് ആയുസ്. തീർന്നുകൊണ്ടേയിരിക്കുന്നത് ഏതി ഗച്ഛതി ഇതി ആയുഹോ, തീർന്നുകൊണ്ടേയിരിക്കുന്നതാണ് ആയുസ്. ഏതാണോ തീർന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ആയുസ് എന്ന് പറയണം. അപ്പം നമ്മൾ ആയുസ് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ലൈഫ് സ്പാൻ എന്ന് പറയും. പ്രസവിക്കുന്നത് മുതലല്ല, ഗർഭാവസ്ഥയിൽ ഫെർട്ടിലൈസേഷൻ നടന്ന സമയം മുതൽ ഒരു നമ്മുടെ മോഡേൺ സയൻസൊക്കെ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു ശിശുവിൻ്റെ ആദ്യത്തെ സെല്ല് രണ്ടെണ്ണം ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്നു. അപ്പം മുതൽ ആയുസ് തുടങ്ങിയിട്ടുണ്ട്. അവസാനത്തെ ശ്വാസം വരെ ഉള്ള ലൈഫ് സ്പാനിനാണ് ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്, തീർന്നുകൊണ്ടേയിരിക്കുന്നത്, പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് ആയുസ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. ആ പദത്തിൻ്റെ വേർഡ് മീനിങ്. ഞാനിവിടെ കയറി വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 15 മിനിറ്റ് എനിക്ക് ആയുസ് കുറഞ്ഞു, പോയി, തീർന്നു. നിങ്ങളാരും ചിരിക്കണ്ട, എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും കുറേ തന്നെയാണ്. കൂടുതലാരും ആയുസ് ഒരിക്കലും കൂടില്ല, കുറയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തന്നതേയുള്ളൂ, ആ ആയുസ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ എത്ര ഗംഭീരമാണ്, എത്ര പ്രൗഢമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ കൂടുതൽ ആയുസ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിന് വേറൊരു പദം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആയുസ്സിന് ആയുസ് എന്ന പദം വരാൻ കാരണം. തീർന്നുകൊണ്ടേയിരിക്കുന്നതാണ് ആയുസ്. ആ ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ആയുർവേദത്തിൽ ജ്ഞാനം എന്താണ്, നമ്മുടെ ലൈഫിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ആയുർവേദം. അപ്പോൾ ഈ സംസ്കൃത ഭാഷയിലാണ് വേദം എഴുതപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നാം, എത്ര കാലമായിട്ടുണ്ടാവും. അതിന് 2 തിയറി പറയുന്നുണ്ട്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള ചരിത്രകാരന്മാർ 6000 കൊല്ലം മുതൽ 10000 കൊല്ലം വരെ എന്ന് പറയപ്പെടുന്നുണ്ട്. പല ആൾക്കാർ പല അഭിപ്രായമാണ്. എന്തായാലും ഒരു 8000 to 10000 കൊല്ലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ വേദത്തിൽ പറയുന്ന ചില ഗ്രഹങ്ങളെ, ചില നക്ഷത്രങ്ങളെയൊക്കെ വെച്ചിട്ട് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് 6000 മുതൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് വേദം അനാദിയാണ്. അനാദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആദി ഇല്ലാത്തത് അനാദി, അനന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത് അനന്തം. അപ്പൊ അനാദിയാണ് വേദം എന്നുള്ളൊരു സങ്കല്പം ഉണ്ട്. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ ശരിയാണ്. നമ്മൾ അങ്ങനെ ഒരു അനാദിയായിട്ടുള്ളൊരു ഗ്രന്ഥം ഒരാളെ എഴുതാതെ ഒരു പുസ്തകം ഉണ്ടാവും, ഒരു മന്ത്രമാവട്ടെ, ഒരു ശ്ലോകമാവട്ടെ, വാക്കാവട്ടെ, എന്തെങ്കിലും ഒരാൾ എഴുതാതെ ഒരാൾ എഴുതണ്ടേ, അല്ലെങ്കിൽ എവിടെയും പബ്ലിഷ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു പക്ഷേ 10000 കൊല്ലം മുമ്പ് ഏതെങ്കിലും മഹർഷിമാർ, അല്ലെങ്കിൽ അതിൽ പറയപ്പെടുന്ന ഏതെങ്കിലും അല്ല ഫിക്സഡായിട്ടുള്ള ചില മഹർഷിമാരൊക്കെ കൂടി മന്ത്രങ്ങൾ ഉണ്ടാക്കി അത് കൂട്ടി യോജിപ്പിച്ചാണ് വേദം. അതവിടെ നിൽക്കട്ടെ, ഞാൻ വിസ്തരിച്ച് പറയാം. പക്ഷേ ഈ അനാദിയാണ് വേദം എന്ന് പറയുന്നതിന് വേറൊരു തിയറി. അതെന്താണെന്നറിയാം. വേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനമാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ജ്ഞാനത്തെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല എന്ന് പറയും. എനർജി പോലെ തന്നെയാണ്. നമ്മൾ തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഐൻസ്റ്റീനും ന്യൂട്ടനൊക്കെ നമ്മൾ വിസ്തരിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനർജിയെ പോലെ തന്നെയാണ്. ജ്ഞാനം ഒരു എനർജിയാണ്, യാതൊരു സംശയമില്ല. ഇതൊരു ശക്തിയാണ്, ഊർജമാണ്, അതിലാണ് നിലനിൽക്കുന്നത് പോലും. അപ്പോൾ ജ്ഞാനത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഉള്ളതാണ്. ഈ പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽ ജ്ഞാനമുള്ളതാണ്. അതുകൊണ്ടാണ് വേദം എന്ന് പറയുന്ന ജ്ഞാനം അനാദിയാണെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് കുറച്ച് ഡ്രൈ സബ്ജക്റ്റാണ്. ഞാൻ പറയാറുണ്ട്, പൊതുവേ ഈ തമാശ പറഞ്ഞ് അല്ലെങ്കിൽ നേരമ്പൊക്കെ പറഞ്ഞ് ഒരു കഥകളൊക്കെ പറയുന്ന പോലെ ഒരു കേൾക്കാൻ അത്ര എളുപ്പമല്ല. കുറച്ച് ശ്രദ്ധിക്കണം. ഈസി ആയിട്ട് നമുക്കിത് വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
പക്ഷെ നമുക്ക് കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഏത് വിഷയം അങ്ങനെയാണ്. ശാസ്ത്രമായാലും കലയായാലും സാഹിത്യമായാലും നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് വായിച്ച് പഠിക്കുമ്പോഴാണ് അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാകുന്നത്. ഇപ്പോൾ വേദത്തിനെ കുറിച്ചും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേദം അനാദിയാണെന്നാണ് നമ്മുടെ സങ്കല്പം. കാരണം അതിൽ പറയുന്നത് ശാസ്ത്ര തത്വങ്ങളാണ്, തത്വചിന്തകളാണ്, ഫിലോസഫിയാണ്, സയൻസാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ വേദത്തെക്കുറിച്ചും ഉപനിഷത്തിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠനം വിദേശികൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. യൂറോപ്പിൽ പോയാൽ, പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരും സ്കോളേഴ്സും അവിടെ ഉണ്ട്. പിന്നെ അവർക്കറിയാം, അവർ നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ ഇത് വളരെ കാമ്പുള്ളതാണ്, വളരെ ഗുരുത്വമുള്ളതാണ് വേദം എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കുന്നതും ഇത്തരം കാര്യങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ സംസ്കൃത ഭാഷയിൽ ആദ്യമായിട്ട് ലോകത്തിൽ എഴുതപ്പെട്ട ജ്ഞാനഭണ്ഡാകാരമാണ് വേദം, ചുരുക്കി പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേദത്തിൻ്റെ രൂപം എന്താണെന്ന് മനസ്സിലാക്കണം. വേദം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു പറയാൻ ഒരുപാടുണ്ട്. ശ്രുതി, സ്മൃതി, പുരാണങ്ങൾ. അപ്പോൾ ഈ സ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. പക്ഷേ ഈ സ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ ശ്രുതിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ പറയുന്നത് വേദോഖിലോ ധർമ്മമൂലം എന്നാണ്. വേദം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ മൂലമാണ്. ധർമ്മം ശരിക്കൊരു പ്രത്യക്ഷമായിട്ടൊരു ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് വേദം. വേദത്തെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് വേദത്തെ വിമർശിക്കുന്നത്. മാക്സ് മുള്ളറൊക്കെ ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി വന്നിട്ട് അവസാനം വേദത്തിൻ്റെ ഭക്തനായി എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളൊരു പക്ഷേ മാക്സ് മുള്ളറെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല, കേട്ടവരുണ്ടാവും. വലിയ വിദേശിയായിരുന്നു അദ്ദേഹം. ഋഗ്വേദത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിൻ്റെ ഋഗ്വേദ മന്ത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അദ്ദേഹം മരിച്ചിട്ടൊക്കെ കുറേ കാലമായി മാക്സ് മുള്ളർ. ഇതുപോലെ ഒരുപാട് വിദേശികൾ ഇപ്പോഴും പണ്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേദത്തെ പഠിക്കുകയും അതിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ച ആൾക്കാർ പോലും അതിൻ്റെ ഭക്തന്മാരായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അപ്പം അത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാലേ അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വേദോഖിലോ ധർമ്മം മൂലം, ധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ധർമ്മം തന്നെ പ്രത്യക്ഷമായിട്ടുള്ളതാണ് വേദം. ഇനി അതല്ലാതെ നിരവധി ഡെഫിനിഷൻ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം. പ്രത്യക്ഷേണ, ശ്ലോകം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആവും, പക്ഷെ ഞാൻ അർത്ഥം പറയാം. പ്രത്യക്ഷേണ അനുമിത്യാവ യസ്തൂപായോ നബുദ്ധ്യതേ ഏതം വിദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. വേദത്തിൻ്റെ വേദത്വം എന്താണെന്ന് പറയണം. യഥാർത്ഥ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ, ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ സത്യത്തെ മനസ്സിലാക്കാൻ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളുണ്ട്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുക. ഒരു ആനയെ കണ്ടു, അപ്പോൾ ആനയ്ക്ക് 4 കാലുണ്ട്, തുമ്പിക്കൈയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യക്ഷമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ പലതരത്തിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വെള്ളം എന്ന് നമ്മൾ പറഞ്ഞ് സ്കൂളിൽ പഠിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് കാണാൻ പറ്റില്ല. വെള്ളം എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡായിട്ടുള്ളൊരു ഫോമാണല്ലോ, ദ്രവാവസ്ഥയിലുള്ളൊരു സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. പക്ഷേ സയൻസ് പറയുന്നു H2O നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നൊരു പ്രത്യേക അനുപാതത്തിൽ ചേർന്ന ഒരു 2 വാതകങ്ങൾ ചേരുമ്പോഴാണ് അവിടെ ലിക്വിഡായിട്ടുള്ള ദ്രവാവസ്ഥയിലുള്ള വെള്ളം ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടിട്ടല്ല, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ നേരിട്ടാരും ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഹൈഡ്രജൻ ഓക്സിജൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വിശ്വസിക്കാവുന്ന ആൾക്കാരിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളാണെങ്കിലും അവർ പറഞ്ഞാൽ സത്യമാണെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ആൾക്കാർ പറഞ്ഞത് പുസ്തകത്തിൽ എഴുതി വെച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഈ കാര്യം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പലതരത്തിലും നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കാം, വിശ്വസിക്കാം.
അങ്ങനെ നിരവധി ഉപായങ്ങൾ, അതിന് ഉപായം എന്ന് പറയാം, മെത്തഡോളജി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സാധാരണയായിട്ടുള്ള പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ കൂടെ ഒന്നും അല്ലാതെ നമുക്ക് ഒരു കാര്യം ഈ വഴി കൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇതുവഴിയൊന്നും മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട്. പ്രത്യക്ഷം, ഞാൻ പറഞ്ഞ പോലെ പ്രത്യക്ഷം കൊണ്ട് നമുക്ക് എയർ ഫീൽ ചെയ്യില്ല. പക്ഷേ ഫാൻ കറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് അടിക്കുമ്പോഴാണ് കാറ്റ്, ഫാൻ നല്ല സ്പീഡാണല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നതുകൊണ്ടാണ്. പഞ്ചസാരയുടെ മധുരം ഞാൻ പലയിടത്തും പറയാറുണ്ട്. പഞ്ചസാരയുടെ മധുരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? കുട്ടികളോട് പഞ്ചസാര മധുരമുള്ളതാണെന്ന് പറയും. എന്താണ് മധുരം? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും, വിഷമാണത്. അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അനുഭവിച്ച് മനസ്സിലാക്കണം. പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. സുഖമായാലും ദുഃഖമായാലും ഒക്കെ അനുഭവിക്കുകയും ചെയ്യും. പഞ്ചസാരയുടെ മധുരം നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതാ ഇന്ന് ഈ പഞ്ചസാര കഴിച്ചോളൂ എന്ന് വായിലെടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് മനസ്സിലാവും എന്താണ് മധുരം എന്നുള്ളത്. പിന്നെ ഇതിൽ വേറെ വലിയ പ്രശ്നമുണ്ട്. അത് ഫിലോസഫിയിൽ വരുന്നതാണ്, ആയുർവേദത്തിലൊക്കെ വരുന്നതാണ്. മധുരം തന്നെ പലതരമുണ്ട് ഇല്ലേ? എങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റുക? തേനിൻ്റെ മധുരം ഒരു മധുരം, പഞ്ചസാരയുടെ വേറെ മധുരം, ശർക്കരയുടെ വേറെ മധുരം, ഇങ്ങനെ 100 മധുരങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് അനുഭവിക്കേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു ഉപായം, മെത്തേഡുണ്ട്. ഇങ്ങനെ സാധാരണ രീതിയിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഊർജത്തെ അല്ലെങ്കിൽ ചൈതന്യത്തെ ഏതിലൂടെയാണോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അതാണ് വേദം. സാധാരണ ഈ നമ്മുടെ പൗരാണിക ശാസ്ത്രത്തിൽ കുറച്ചൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു വളഞ്ഞ വഴി കൂടെ പോകും, നേരിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയാണോ, ഈസി ആവരുത് എന്നുണ്ട്. കാരണം എളുപ്പം ലഭിക്കുന്നതിന് ആ ശ്രേഷ്ഠത കുറയും. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ലഭിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ പ്രാധാന്യവും ഗൗരവവും സുഖവും നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പൊതുവെ നമ്മുടെ ഇതിലൊക്കെ കുറച്ച് വളഞ്ഞ വഴി കൂടെ പറയും. പക്ഷെ അങ്ങനെ അല്ലാതെ വേറെ വഴി കൂടെ പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ മറ്റു മാർഗങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒന്നിനെ ഏതുകൊണ്ടാണോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അതാണ് വേദം. അതുകൊണ്ടാണ് ഇപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാം വേദം എന്ന് പറയാൻ നമുക്ക്. കാരണം അതൊക്കെ നമുക്ക് ജ്ഞാനം ഉണ്ടാക്കി തരിക ചെയ്യുന്നത്. അതാണ് വേദം. അപ്പോൾ ആ വേദത്തിൻ്റെ വേറെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മന്ത്രബ്രാഹ്മണങ്ങളുടെ ഒരു കൂട്ടി യോജിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദം എന്നും പറയാറുണ്ട്. നിരവധി മന്ത്രങ്ങളുടെ സമാഹാരം, എ കളക്ഷൻ ഓഫ് മന്ത്രാസ് ആണ് വേദം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞ 4 വേദങ്ങളിൽ ആദ്യത്തെ ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ 10472 മന്ത്രങ്ങളാണ് പൊതുവെ. ഒരു 5 or 10 മന്ത്രങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടാവും. പക്ഷേ 10472 മന്ത്രങ്ങളാണ് പൊതുവെ ഋഗ്വേദത്തിലുള്ളത്. അങ്ങനെ അത്രയും മന്ത്രങ്ങളുടെ ഒരു കളക്ഷനാണ് വേദം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിലെ കാര്യം യജുർവേദത്തിൽ അത്രയില്ല, സാമവേദത്തിൽ അത്രയില്ല, അഥർവത്തിൽ വ്യത്യാസമുണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഈ മന്ത്രങ്ങളുടെ ഒരു കൂട്ട കളക്ഷൻ ആണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരും, വാട്ട് ഈസ് മന്ത്ര? എന്താണ് മന്ത്രം? ഇത് നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വളരെ കുറച്ചാണ്. എന്നിട്ട് പോലും നമുക്ക് ഒരുപാട് സമയം പറഞ്ഞാലേ മന്ത്രത്തെക്കുറിച്ച്, എന്താണ് മന്ത്രം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ശ്ലോകവും ഒരു മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം. ശ്ലോകം എന്ന് പറഞ്ഞാൽ 4 വരി, സാധാരണ നിലയ്ക്ക് 4 വരിയുള്ള ഒരു പദ്യത്തെയാണ് ശ്ലോകം എന്ന് പറയുന്നത്. വ്യത്യാസമുള്ളതുണ്ട് കേട്ടോ. അക്ഷരസംഖ്യയിൽ വ്യത്യാസം, വരിയിൽ വ്യത്യാസമൊക്കെ ഉള്ളതുണ്ട്. 3 വരിയുള്ള ഒരു തരത്തിലുള്ള മന്ത്രങ്ങളും ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത, ആ മന്ത്രം മനസ്സിലാക്കിയാലേ വേദം മനസ്സിലാക്കാൻ പറ്റില്ല. മന്ത്രങ്ങളുടെ ഒരു കളക്ഷനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് മന്ത്രം? അതിനും ഒരുപാട് ഡെഫിനേഷനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു മന്ത്രത്തിന്
വിഷയത്തിലേക്ക് വരുമ്പോൾ എളുപ്പം പറയാം. മന്ത്രത്തിന് ഒരു ഋഷി ഉണ്ടാവണം, ഒരു ഛന്ദസ് ഉണ്ടാവണം, ഒരു ദേവത ഉണ്ടാവണം. ഈ മൂന്നെണ്ണം മിനിമം ഉണ്ടാവണം. സ്വരം ഉണ്ടായിരിക്കും. സ്വരം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ ചിട്ടയിലുള്ള ചൊല്ലുന്ന രീതിയാണ് സ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ഋഷി ഛന്ദോ ദേവതകൾ ഉള്ളതായിരിക്കണം ഒരു മന്ത്രം. ഒരു ശ്ലോകത്തിന് അങ്ങനെ ഉണ്ടാവില്ല. ഒരു ശുക്ലാംബരധരം വിഷ്ണു അല്ലെങ്കിൽ ശാന്താകാരം, ഇതൊക്കെ ശ്ലോകങ്ങൾ മാത്രമാണ്. വന്ദന ശ്ലോകങ്ങളുണ്ട്, പ്രാർത്ഥനാ ശ്ലോകങ്ങളുണ്ട്, ശ്ലോകങ്ങളാണ്. മന്ത്രം എന്ന് പറയുന്നത് വേദത്തിലുള്ള ശ്ലോകങ്ങൾ മാത്രമാണ് മന്ത്രം എന്ന് പറയുന്നത്. അതിന് ഓരോ മന്ത്രത്തിനും ഒരു ഋഷി ഉണ്ടാവും, ഒരു ഛന്ദസ് ഉണ്ടാവും, ഒരു ദേവത. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല. ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവില്ല? അപ്പൊ ഋഷിയും ഛന്ദസ്സും ദേവതയും ഉള്ള പ്രത്യേക ചിട്ടയോടുകൂടി ചൊല്ലുന്ന ഒരു പദ്യഭാഗമാണ് മന്ത്രം എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അങ്ങനെ വരുമ്പോൾ എല്ലാം ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഒരു ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എല്ലാം വിമർശിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ സത്യത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പം നമ്മൾ വേദം പറഞ്ഞ് എന്താന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് മന്ത്രം എന്താന്ന് പറയാൻ പോകുന്നു. മന്ത്രത്തിൽ പറഞ്ഞപ്പോഴാണ് ഋഷി ഛന്ദസ് ദേവത എന്നുള്ള വാക്കുകൾ പറഞ്ഞത്. ഇന്നത്തിൽ കേൾക്കാൻ സുഖമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഒരു ബാല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ 10,000 ആൾക്കാരുണ്ടാവും. ഇത് സ്വാഭാവികമാണ്. അതിലിപ്പോൾ തെറ്റൊന്നുമില്ല. അതിലിപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും സാരില്ല. 10 പേരുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് അതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രത്തെ, ഞാൻ അതിനെ ചുരുക്കി പറയാം, അതിനെ ഒതുക്കി പറയണം. മന്ത്രത്തെ എഴുതിയ ആൾ, മന്ത്രം എഴുതിയ ആളെന്ന് വേണമെങ്കിൽ പറയാം, എഴുതിയതല്ല എന്ന് ഞാൻ പറയാം. മന്ത്രത്തിൻ്റെ കർത്താവാണ്. നമ്മൾ മന്ത്രം എഴുതി എന്ന് പറയില്ല. ഒരു ശ്ലോകം എഴുതിയ പോലെ കാളിദാസൻ രഘുവംശം എഴുതി, അല്ലെങ്കിൽ കുമാരസംഭവം എഴുതി, അല്ലെങ്കിൽ പുതിയ കവികൾ കവിത എഴുതുന്ന പോലെ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് മന്ത്രത്തിൻ്റെ രചയിതാവ് എന്ന് പറയാറില്ല. പിന്നെന്താ പറയാ? മന്ത്രദ്രഷ്ടാവ് എന്ന് പറയാം. മന്ത്രദ്രഷ്ടാര ഋഷിമാർ പറയുന്നു. മന്ത്രത്തെ ദർശിക്കുക എന്ന് പറയാം. കാണുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പുറത്തുകൂടെ കണ്ണുകൊണ്ട് കാണില്ല, അകക്കണ്ണുകൊണ്ട് കാണുന്ന ആൾക്കാരാണ്. ഈ മന്ത്രത്തെ കാണുകയാണ് ചെയ്യുക. ഉള്ളിൽ ഒരു മന്ത്രം ഉള്ളിൽ വന്നിട്ട് പുറത്തേക്ക് ആരുടെ മുഖത്തിലൂടെയാണോ വന്നത്, ആ ആളാണ് ആ മന്ത്രത്തിൻ്റെ ഋഷി. നമ്മൾ ഗായത്രി മന്ത്രം എല്ലാവരും മിക്കവാറും കേട്ടിട്ടുണ്ടോ? തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമാണ്. വിശ്വാമിത്രൻ എന്ന് പറയുന്നൊരു ഋഷിയാണ് അതിൻ്റെ മന്ത്രദ്രഷ്ടാവ്. മന്ത്രത്തെ ധരിച്ചാണ് അല്ലെങ്കിൽ എഴുതിയാണെന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. ഇത് എഴുതിയതല്ല എന്ന് പറയാൻ കാരണം, ഇത് ഒന്നുകിൽ ഒരു തത്വചിന്തയായിരിക്കും, അതല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു മന്ത്രത്തിൻ്റെ കണ്ടന്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ഇവർ എഴുതുക എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ നിന്ന് വരികയാണ് ചെയ്യുന്നത്. പണ്ട് ആപ്പിൾ തലയിൽ വീണപ്പോഴുള്ള കഥ നിങ്ങളെല്ലാവരും പഠിച്ചിട്ട്, അതുപോലെ ഇവിടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരുന്നു. അത് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയതൊന്നല്ല, അദ്ദേഹം മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരിക ചെയ്തു. അതുപോലെ ഒരു തത്വത്തെ ഒരു മഹർഷി നമുക്ക് പറഞ്ഞു തരിക ചെയ്യുന്നു. അദ്ദേഹം ഉണ്ടാക്കിയതൊന്നല്ല ആ തത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സയൻസ് ആവട്ടെ, ഫിലോസഫി ആവട്ടെ, എന്തോ ആവട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ മന്ത്രം എഴുതിയ ആളല്ല, മന്ത്രത്തെ ദർശിക്കുക, കാണുക, ഉൾക്കണ്ണുകൊണ്ട് അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് 4 വരിയിൽ എഴുതി. അപ്പം അങ്ങനെ ആ ഒരു മന്ത്രത്തിൻ്റെ കർത്താവാണ്, ദ്രഷ്ടാവാണ് ഋഷി എന്ന് പറയുന്നത്. അപ്പം എല്ലാ മന്ത്രത്തിനും ഒരു ഋഷി ഉണ്ടായിരിക്കും. അപ്പം അതൊരു അജ്ഞാതനാമാവൊന്നല്ല. ഏതെങ്കിലും അതിന് കൃത്യമായിട്ട് വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അത്രി, ജമദഗ്നി തുടങ്ങിയിട്ടുള്ള നിരവധി ഉണ്ടായിരുന്നു. അവരാണ് ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് തന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഋഷി, ഒരു മന്ത്രത്തിന് ഒരു ഋഷി ഉണ്ടായിരിക്കും. വിശ്വാമിത്രൻ, ഇപ്പോൾ ഗായത്രിക്ക് വിശ്വാമിത്രൻ, ഒരു സത്യനാരായണൻ,
അങ്ങനെ പല മന്ത്രത്തിനും ഓരോരുത്തരും ഓരോന്നായിരിക്കും. അതാണ് ഋഷി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ മന്ത്രത്തെ ധരിച്ചിച്ച ആൾ, നമുക്ക് വേണ്ടി മന്ത്രത്തെ തന്ന ആള്. പിന്നെ അടുത്തതുള്ളത് എന്താ? ഛന്ദസ് എന്ന് പറയും. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വൃത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കവിതയ്ക്ക് വൃത്തം വേണമല്ലോ, ചട്ടക്കൂട്, അതാണ് ഈ വൃത്തം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ മന്ത്രത്തിനും ഓരോ ഛന്ദസ്സിനും സ്കൂളിലും മലയാളത്തിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇന്ദ്ര, വജ്ര, ഉപേന്ദ്ര, വിദ്യ, രേഖ, മലയാള വൃത്തങ്ങളുണ്ട്, സംസ്കൃത വൃത്തങ്ങളുണ്ട്. ശാർദൂല, വിക്രീഡിതം, ശ്രദ്ധര, അല്ലെങ്കിൽ വസന്ത തിലകം. ഇങ്ങനെ ഇവരെ ഇപ്പോഴൊക്കെ ഒന്നും പഠിപ്പിക്കണ്ടോന്ന് എനിക്കറിയില്ല. സ്കൂളൊന്നും പഠിപ്പിക്കലൊന്നുമില്ലാതെ. സ്കൂളിലൊക്കെ ഫസ്റ്റ് ആവാൻ എങ്ങനെ നോക്കാൻ മാത്രമേ ഉള്ളൂ. കുറേ കാണാപ്പാടം പഠിപ്പിച്ച് എല്ലാ കുട്ടികളും ഫസ്റ്റ് ആവണം. നമ്മുടെ മക്കൾ ഫസ്റ്റ് ആയെങ്കിൽ നമ്മൾ തല്ലും. അത് മാക്സിമം രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ ട്യൂഷൻ കൊടുത്തിട്ട് അയാളെ ഫസ്റ്റ് ആക്കാൻ നോക്കും. അവർക്ക് താല്പര്യമുള്ള വിഷയമൊന്നും ആവില്ല പാവം. അവർ നമ്മൾ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ആക്കുക മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ സാഹിത്യത്തിനൊന്നും പ്രാധാന്യം കുറവാണ്, ഫിലോസഫിക്കൊന്നും പ്രാധാന്യമില്ല. ഗുണപാഠങ്ങൾക്ക് നമ്മൾ നല്ല കുട്ടിയാവണമെന്ന് എവിടെയും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. പണ്ട് ഒരുപാട് ഗുണപാഠങ്ങളും ഗുണകഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്നാവുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ കവിതയൊന്നും പഠിപ്പിക്കാൻ നേരം ഉണ്ടാവില്ല, വെറുതെ എങ്ങനെ പോവുള്ളൂ. ഓക്കെ. അപ്പോൾ ഛന്ദസ് അഥവാ വൃത്തം ഒരു മന്ത്രത്തിനുണ്ട്. അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞൊരു വൃത്തമുണ്ട്, അല്ലെങ്കിൽ ഛന്ദസ് ഉണ്ട്. ഛന്ദസ്സും വൃത്തമാണ്. 8 അക്ഷരങ്ങൾ ചേർന്ന 4 വരി കൂടിയതാണ് അനുഷ്ടുപ്പ് എന്ന് പറയുന്നത്. ശുക്ലാമരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവതരന്ധ്യായ സർവവിഘ്നോപശാന്തയെ. അങ്ങനത്തെ കുറേ ഉണ്ട്. മിക്കവാറും പുരാണങ്ങളിലൊക്കെ 90% അനുഷ്ടുപ്പ് വൃത്തമായിരിക്കും. എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. 8 അക്ഷരം ചേർന്ന് 4 വരി, 32 അക്ഷരം. അതുപോലെ നിരവധി ഛന്ദസ്സുകൾ വേദത്തിലുണ്ട്. വേറൊരു ഉദാഹരണം, ഒരു ഛന്ദസ്സിൻ്റെ പേരാണ് ഗായത്രി. ഗായത്രി എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ പേര് മാത്രമല്ല, ശരിക്കും അത് ആ മന്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഛന്ദസ്സിൻ്റെ അഥവാ വൃത്തത്തിൻ്റെ പേരാണ് ഗായത്രി. അതുകൊണ്ട് സൂര്യ ഗായത്രി, ഗണപതി ഗായത്രി, ഇങ്ങനെ എല്ലാ ദേവീദേവന്മാർക്കും ഗായത്രി ഉണ്ട്. ഗായത്രി എന്ന് പറഞ്ഞാൽ 24 അക്ഷരം, 3 വരികൾ. ചതുർവിംശത്യക്ഷര ഗായത്രി എന്നാണ് പ്രമാണം. 24 അക്ഷരത്തോടു കൂടിയിട്ടുള്ള മന്ത്രമാണ് ഗായത്രി. തത്സവിതുർ വരേണ്യം എന്നല്ല, വരേണ്യം എന്നാണ് ശരിയായിട്ടുള്ള. നമ്മൾ ചൊല്ലുമ്പോൾ നിയമപ്രകാരം ചൊല്ലാം, വരേണ്യം ചൊല്ലാം. അത് ഓരോ വരി എടുത്താലും നമുക്ക് മനസ്സിലാവും 8 അക്ഷരം. അപ്പോൾ 8 അക്ഷരം കൂടി 3 വരി ചേർന്നതാണ് ഗായത്രി വൃത്തം, അല്ലെങ്കിൽ ഗായത്രി ഛന്ദസ്. ഇങ്ങനെ അനവധി ഛന്ദസ്സുകൾ വേദത്തിലുണ്ട്. അപ്പോൾ ഒരു മന്ത്രത്തിന് ഋഷി വേണം, ഛന്ദസ് വേണം. അടുത്തത് ദേവത. കഴിഞ്ഞ ഉത്തരേ ഉള്ളൂ. ഋഷി, ഛന്ദസ്, ദേവത. ദേവത എന്ന് പറയുന്നത് ഓരോ മന്ത്രത്തിലും ഏതെങ്കിലും ഒരു ദേവതയെ, ഒരാളെ പ്രത്യേകിച്ച് പരാമർശിക്കുന്നതായിരിക്കും ആ മന്ത്രം. അതിലെന്തെങ്കിലും ഒരു വിഷയം പറയുമല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ ഈ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ചെല്ലുന്ന, ഇപ്പോൾ ഞാൻ പറഞ്ഞ തത്സവിതുർ വരേണ്യം എന്നുള്ള മന്ത്രത്തിൻ്റെ സൂര്യനാണ്, സവിതാവ് എന്ന് പറഞ്ഞ സൂര്യനാണ് അതിൻ്റെ ദേവത. സൂര്യനെ ഉദ്ദേശിച്ചാണ് മന്ത്രം. സൂര്യനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പരാമർശിച്ചിരിക്കുന്ന മന്ത്രമായിരിക്കും അത്. അഗ്നി ദേവതയായിട്ടുള്ള നിരവധി മന്ത്രങ്ങളുണ്ട്, ഇന്ദ്രൻ ദേവതയായിട്ടുള്ള നിരവധി മന്ത്രങ്ങളുണ്ട്. ഇവിടെ ഇടയിൽ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഈ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. സാധാരണക്കാർക്ക് ഈശ്വരനെ ഭജിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ് ക്ഷേത്രം. വൈദിക കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞ 10,000 കൊല്ലം അല്ലെ 8,000 കൊല്ലം മുൻപ് ഈ ഒരു ക്ഷേത്ര സങ്കല്പം വന്നില്ല. കാരണം അന്നത്തെ ആൾക്കാർ നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠരായിരുന്നു. അവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ആവശ്യമില്ല, അവർക്ക് ധ്യാനം മാത്രം മതി. ജപവും ധ്യാനവും മാത്രം ഉണ്ടെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം, ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കാനും അതിൽ ലയിക്കാനും അത് ഒന്നാവാനുമുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നില്ല.
ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് കാലം മാറിയപ്പോൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കാൽക്കുലേറ്റർ എല്ലാ കടകളിലുണ്ട്. ആവശ്യം വന്നുകൊണ്ട് കാൽക്കുലേറ്റർ വന്നു, കമ്പ്യൂട്ടർ വന്നു, ലാപ്ടോപ്പ് വന്നു, എല്ലാം വന്നു. അങ്ങനെ മാറി മാറി വരുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ആ മാറ്റം വരുന്നു. അപ്പോൾ ഈ നമ്മുടെ പറയുന്ന വേദങ്ങളിൽ നാം ഇന്നു കാണുന്ന ഈ ദേവീ ദേവന്മാരെ പരാമർശിക്കുന്നില്ല. പ്രപഞ്ചശക്തികളെയാണ് വേദത്തിൽ പരാമർശിക്കുന്നത്, സ്തുതിക്കുന്നത്, ആദരിക്കുന്നത്. പ്രപഞ്ചശക്തിയാണ്. പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ദേവതകളെയാണ്. അഗ്നി ഒരു ദേവതയാണ്, ഇന്ദ്രൻ ഒരു ദേവതയാണ്, ഇങ്ങനെ നിരവധി ദേവതകൾ വേദത്തിൽ പറയുന്നുണ്ട്. അപ്പം ഒരു മന്ത്രത്തിൽ ഏത് ദേവതയെയാണോ പരാമർശിക്കുന്നത് ആ ദേവതയാണ് ആ മന്ത്രത്തിൻ്റെ ദേവത. ഇപ്പം 3 ആയി കഴിഞ്ഞു. ഇപ്പം മന്ത്രത്തിൻ്റെ ഒരു ചുരുക്കം, ഒരു മന്ത്രത്തിൻ്റെ മിനിമം റിക്വയർമെൻ്റ് എന്താണെന്ന് മനസ്സിലായി. ഋഷി, ഛന്ദസ്, ദേവത. പിന്നെ മന്ത്രം ചൊല്ലുമ്പോൾ യഥാവിധി വേണമെങ്കിൽ സ്വരത്തോടു കൂടിയാണ്. സ്വരമുണ്ട്, അതിലേക്ക് കടക്കാൻ കഴിയാതെ വലിയൊരു സബ്ജക്റ്റാണ്. ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നാണ് പ്രധാന സ്വരങ്ങൾ. ആ സ്വരത്തോടു കൂടി വേണം വേദം ചൊല്ലാൻ, മന്ത്രം ചൊല്ലാൻ. ആ സ്വരത്തോടു കൂടി ചെല്ലുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള സ്വരത്തോടു കൂടി, കൃത്യമായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള സ്വരത്തോടു കൂടി വേണം ഓരോ മന്ത്രവും ചൊല്ലാൻ. ആ സ്വരമില്ലാതെ ജപിക്കാൻ വിരോധമില്ല, തെറ്റൊന്നുമില്ല, അതിൻ്റെ ഫലമുണ്ടാവും. പക്ഷേ വിധിയാവണ്ണം വേണമെങ്കിൽ ആ മന്ത്രത്തിന് ഓരോ സ്വരമുണ്ട്. ആ സ്വരത്തിന് അനുസരിച്ച് വേണം നമ്മൾ ജപിക്കാൻ. അതെല്ലാവർക്കും പ്രാക്ടിക്കലാവണമെന്നില്ല, എല്ലാ സമയത്തും നടന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് സ്വരമില്ലാതെ ജപിച്ചാലും ഫലത്തിന് കുറവൊന്നുമില്ല. അങ്ങനെ ഋഷി, ഛന്ദസ്, ദേവത, സ്വരം, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പദ്യത്തെയാണ് ഒരു മന്ത്രം എന്ന് പറയുന്നത്. ഒരു ശ്ലോകത്തെയാണ് മന്ത്രം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മന്ത്രങ്ങളുടെ ഒരു കൂട്ടമാണ് വേദം എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ വേഗം പറഞ്ഞു വന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. എന്നാലേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. അതൊന്നും നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10472 മന്ത്രങ്ങളുള്ള ഋഗ്വേദം. അതിൽ ഓരോ മന്ത്രവും നമുക്ക് പഠിക്കാൻ കൊല്ലങ്ങളോളമാണ്. ഇപ്പോൾ പുതിയ സാൻസ്ക്രിറ്റൊക്കെ, സംസ്കൃത ഭാഷയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പല ആൾക്കാരും MA കഴിഞ്ഞ് PhD ഒക്കെ എടുക്കുമ്പോൾ ഇതിൽ ഒരു സൂക്തത്തെക്കുറിച്ചോ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് അവർ റിസർച്ച് ചെയ്യുന്നത്. എന്നിട്ട് PhD എടുക്കുന്നുണ്ട്. പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഡീപ്പായിട്ട് പോകുമ്പോഴാണ് ഓരോ മന്ത്രത്തിൻ്റെയും പ്രാധാന്യവും ശക്തിയും പ്രൗഢിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉദാത്തമായ സങ്കല്പത്തോടു കൂടിയിട്ടുള്ള മന്ത്രങ്ങൾ ഉള്ളതാണ് വേദം. ഈ 4 വേദങ്ങളിൽ ഓരോന്നിനും ഓരോ പർപ്പസിൻ്റെ ഉദ്ദേശമുണ്ട്. നമ്മളിപ്പോൾ ഈ വേദമൊക്കെ എന്തിനാണ് മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷമായിട്ട് അതുകൊണ്ട് ഉദ്ദേശമില്ലെങ്കിലും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് ഫലം ഇല്ലെങ്കിലും നമ്മളിപ്പോൾ പലപ്പോഴും ഇതിലൊക്കെ കാണാറുണ്ടല്ലോ, നമ്മൾ പൈതഗോറസ് തിയറം അല്ലെങ്കിൽ വേറെ തിയറികളൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. സൈൻ, കോസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിലൊക്കെ. എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ നമുക്ക് ജീവിതത്തിലുണ്ടോ? അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഫിസിക്സിൽ PhD എടുക്കുകയും അതിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും അങ്ങനെയാണ്. കെമിസ്ട്രിയിലാണെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, ആ വിഷയത്തിൽ ഉപരിപഠനം നടത്തുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പ്രത്യക്ഷമായിട്ട് ആവശ്യമുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ആ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും, സന്തോഷമുണ്ടാകും എന്നുള്ളതിനെ നേർവഴിയിലേക്ക് കാണിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേദം. ഇത് വേദത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് ആ വേദത്തിൻ്റെ
ചെറിയൊരു അംശമാണ് നമ്മുടെ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത്. വേദസാരമാണ്, വേദാന്ത സാരമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത പഠിക്കാൻ തന്നെ നമുക്ക് എത്രയോ വർഷങ്ങൾ വേണം. കാരണം ഇപ്പോൾ പലപ്പോഴും വിദേശികളും സ്വദേശികളൊക്കെ പറയുന്നത് ജീവിതം പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമുക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും തരണം ചെയ്യാനും ഇത്രമാത്രം ഫലപ്രദമായൊരു ഗ്രന്ഥം ലോകത്തിൽ എവിടെയില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യം. അർജുനൻ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എന്താ വേണ്ടത് നിശ്ചയില്ലാതെ ഇരുന്നപ്പോൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു കഥാരൂപയുടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഓരോ ദിവസവും നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അതിനെ പരിഹരിക്കണം, എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സാർവലൗകികമായ, അതിപ്പോൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും എവിടെയായാലും അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള തിയറികളാണ് ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവത്ഗീതയിൽ 1000 ഇരട്ടി ശക്തിയുള്ളതാണ് വേദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഭാഗവതം വായിച്ചു അതിലെ കഥകൾ മനസ്സിലാക്കി, അതും വേദത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ കഥകളാണ്. ആ കഥകളേക്കാൾ പ്രാധാന്യം അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുണപാഠങ്ങളാണ്. എന്താണ് കൺവേ ചെയ്യുന്നത്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ അധികം വാക്കുകൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് പുതിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല. എനിക്കിപ്പോൾ അതൊരു ഇതായിട്ടില്ല. വേഗപ്പം എളുപ്പമാണുള്ളത്. അപ്പോൾ ഒരു വിഷയം നമ്മൾ പഠിച്ച് ജീവിതത്തിൽ എങ്ങനെ സാർത്ഥകമായിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഏത് ഗ്രന്ഥങ്ങളാണോ നമുക്ക് സഹായമാകുന്നത് അതിനെ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. സംസ്കൃത ഭാഷ പഠിക്കാൻ നിർബന്ധിക്കണം കുട്ടികളെ എന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ പഠിച്ചാലുള്ള ഗുണം നമുക്ക് ശാന്തിയും സമാധാനവും. ലോകത്തിലെ എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളും അതുതന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സന്തോഷമായിട്ട് ജീവിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക ചെയ്യുന്നു. അതാണ് സുഖം. ഉള്ളൂർ പറഞ്ഞില്ല, സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ എന്നൊരു ശ്ലോകമുണ്ട്. വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. നല്ല ശ്ലോകം അത്. ഉള്ളൂർ വലിയ മഹാകവിയായിരുന്നു. പുതിയ ജനറേഷൻ ഒന്നും അറിയില്ല, വള്ളത്തോട് ഉള്ളൂരെന്ന് അറിയില്ല. സുഖം സുഖം ക്ഷോണി എന്ന് പറഞ്ഞാൽ ഭൂമിയെ നാഗം സ്വർഗമാക്കാൻ വേണ്ടി ബ്രഹ്മാവ് നിർമ്മിച്ചൊരു സാധനമാണ് സുഖം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അതെങ്ങെന്ന് തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു. സുഖത്തിന് വേണ്ടിയിട്ട് ഓടി 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 അവസാനം നമ്മൾ സുഖത്തെ ലഭിക്കുന്നുമില്ല, നമ്മുടെ ആയുസ് തീരുകയും. ആയുസ് പോക്കുന്നു ഹതാശർ നമ്മൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ശരിയാണ്. നമ്മൾ ആ വർത്തമാനകാലത്തിൽ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, ഉള്ളതിൽ സംതൃപ്തി അടയുക. അതില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മളെ എങ്ങനെ ജീവിതം സഫലമാക്കാം, സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയും, അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഉന്നതമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും. അതിൽ 4 വരി നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും, അതിൻ്റെ ഗുണം മനസ്സിലാവും. അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ 4 വേദങ്ങളെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി 4ആക്കി വിഭജിച്ചു. അതിലിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ മന്ത്രങ്ങളുണ്ട്. എന്തിനാണ് 4ആക്കിയതെന്ന് പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് ഇന്നത്തെ ഒരു സാഹചര്യമല്ല 2000-3000 കൊല്ലം മുൻപുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചാണ് ഈ ഗ്രന്ഥങ്ങൾ കുറേയൊക്കെ ഉള്ളത്. അതിൽ പല വിഷയങ്ങളും, 90% വിഷയങ്ങളും ദേശത്തിനും കാലത്തിനും അതീതമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഋഗ്വേദം എന്ന് പറയുന്ന ആദ്യം പരാമർശിക്കുന്ന വേദം ജ്ഞാനകാണ്ഡം എന്നാണ് പറയുന്നത്. ജ്ഞാനം പ്രധാനമായിട്ടുള്ളത്. അതിലെ മന്ത്രങ്ങളാണ് 99% അല്ലെങ്കിൽ 98% സാമവേദത്തിലുള്ളത്.
അപ്പോൾ ഈ ഋഗ്വേദമാണ് ശരിക്കും പറഞ്ഞാൽ 10,000-ഓളം മന്ത്രങ്ങൾ സ്വരത്തോടു കൂടി ഇപ്പോഴും നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സ്വരത്തോടു കൂടി ബൈഹാർട്ട് പഠിക്കുകയും ചെയ്യും. ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന EMS പോലും കുട്ടിക്കാലത്ത് 4-5 കൊല്ലം വേദം പഠിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബുദ്ധി കൂടാനും ചിന്തിക്കാനുള്ള പ്രേരണ ഉണ്ടായതൊക്കെ ഈ വേദം പഠിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സമയം വേസ്റ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി നന്നായിട്ട് കുറയ്ക്കാനും ബുദ്ധി വികസിക്കാനും കുട്ടിക്കാലത്ത് തന്നെ പഠിക്കുമ്പോൾ ബുദ്ധി വികസിക്കാനും ഓർമ്മ ഉണ്ടാവാനൊക്കെ ഏറ്റവും എളുപ്പമാണ് മന്ത്രങ്ങളും ശ്ലോകങ്ങളും കാണാപ്പാടം പഠിക്കുക. അപ്പോൾ ഈ 10,000 മന്ത്രത്തിലെ ജ്ഞാനമാണ് പ്രധാനമായിട്ടുള്ള, ജ്ഞാനത്തെ കരുതിയാണ്, ജ്ഞാനത്തെ ഉദ്ദേശിച്ചാണ് ഈ മന്ത്രങ്ങളൊക്കെ ഉള്ളത് ഋഗ്വേദത്തിൽ. രണ്ടാമത്തെ വേദം യജുർവേദമാണ്. ആ യജുർവേദത്തിലെ കർമ്മകാണ്ഡമാണ്, കർമ്മപ്രധാനമാണ്. കർമ്മം എന്ന് പറയുമ്പോൾ ഇതിൽ ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഭാഗവത യജ്ഞം. യജ്ഞം എന്ന് പറയുന്നത് എന്ത് യജ്ഞമാണെങ്കിലും, പോളിയോ നിർമ്മാർജ്ജന യജ്ഞം, ഇതെല്ലാം യജ്ഞത്തിലാണ് അവസാനിക്കുന്നത്. എല്ലാം യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലല്ലേ, ഇപ്പോൾ ഗവൺമെൻറ് പോലും അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. നിർമ്മാർജ്ജന യജ്ഞം, പോളിയോ രോഗം ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ആ യജ്ഞം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു കർമ്മത്തിനാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ സോമയാഗം, മതിരാത്രം പോലുള്ള യജ്ഞങ്ങളാണ് വൈദികമായിട്ടുള്ള കർമ്മങ്ങളായിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രധാനമായിട്ട് പരാമർശിക്കുന്ന വേദമാണ് യജുർവേദം. കർമ്മകാണ്ഡ പ്രധാനം എന്ന് പറയാം. യൂണിവേഴ്സൽ ഹാർമണി എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് നമുക്ക് വേദത്തിൻ്റെ പർപ്പസ്, ഉദ്ദേശം, ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് യജ്ഞങ്ങൾ എന്ന് പറയും, യാഗങ്ങൾ, അതിരാത്രങ്ങൾ. അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് പരാമർശിക്കുന്ന ഭാഗത്തെയാണ് യജുർവേദം എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ സാമവേദം. സാമവേദം ഉപാസനാകാണ്ഡം എന്നാണ് പറയുന്നത്. ഞാനൊക്കെ ബേസിക്കലി സാമവേദിയാണ്, സാമവേദം പഠിച്ച ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. ഉപാസനാകാണ്ഡ പ്രധാനം എന്ന് പറയുന്നത് ഉപാസിക്കുക. ഈശ്വരനെ ആവട്ടെ, പ്രകൃതി ശക്തിയെ ആവട്ടെ, ഏത് ദേവതയെ ആവട്ടെ, ഉപാസിക്കുന്ന ആ ഒരു സമ്പ്രദായം വിവരിക്കുന്ന അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നതാണ് സാമവേദം. ഉപാസിക്കാൻ വേണ്ടിയിട്ടുള്ള വേദമാണ്. അതുകൊണ്ട് ഉപാസനാകാണ്ഡ പ്രധാനമാണ് സാമവേദം എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെയാണ് അഥർവവേദം. അഥർവത്തിന് കുറച്ച് വളരെ പ്രത്യേകത കൂടുതലുണ്ട്. ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ സാമവേദത്തിൻ്റെ വൈശിഷ്ട്യം പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാം. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലാണെങ്കിലും അച്ഛന് അച്ഛൻ്റെ പ്രാധാന്യം, അമ്മയ്ക്ക് അമ്മയുടെ പ്രാധാന്യം, മക്കൾക്ക് മക്കളുടെ പ്രാധാന്യം, എല്ലാവരും അവരവരുടെ വിഷയത്തിൽ അവർക്ക് പ്രധാനികളാണ്, പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ 4 വേദങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും ഉപാസനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് സാമവേദമാണ്. അഥർവമാകട്ടെ രക്ഷണം, പ്രപഞ്ചത്തെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അഥർവം. അതുകൊണ്ടാണ് അഥർവത്തിൽ ധാരാളം സയൻസുകളിൽ പരാമർശിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് അഥർവത്തിൽ കാണാൻ പറ്റും. ആയുർവേദമൊക്കെ ധാരാളം അഥർവത്തിലുണ്ട്. മറ്റ് ഋഗ്വേദത്തിലൊക്കെ ഉണ്ടെങ്കിലും അഥർവത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ മാത്തമാറ്റിക്സ് പോലെ, ഗണിതം പോലുള്ള വിഷയങ്ങൾ. വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വലിയൊരു സബ്ജക്റ്റിനുണ്ട്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. വേദിക് മാത്തമാറ്റിക്സിനെ കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമാവും. വേദഗണിതം എന്ന് പറയും. വേദഗണിതമൊക്കെ പഠിച്ചിട്ടാണ് ശകുന്തളാദേവി പോലുള്ള ആൾക്കാരൊക്കെ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച് മാത്തമാറ്റിക്സിൽ നമ്പർ 1 ആയി.
വേദത്തിലെ ചില ടെക്നിക്കുകൾ പറയുന്നുണ്ട്. വേദഗണിതം എന്ന് പറയുന്ന പുസ്തകം ധാരാളം അവൈലബിൾ ആണ്. വേദിക് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷിലുണ്ട്. അത് പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാത്തമാറ്റിക്സിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ പരാമർശിക്കുന്നതാണ് അഥർവങ്ങൾ. നമ്മുടെ ഒരു രക്ഷണവുമായിട്ട്, നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ജനങ്ങളെ രക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജനറലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പറയുന്നതാണ് അഥർവം. ഇങ്ങനെ 4 വേദങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ജ്ഞാനകാന്ഡ്, കർമ്മകാന്ഡ്, ഉപാസനകാന്ഡ്, രക്ഷണകാന്ഡ്. രക്ഷണകാന്ഡ് വേറെ പല ഇതിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും അതൊരു കുറച്ച് ജനറലായിട്ടുള്ള ഒരു വേദം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഓരോ വേദത്തിലും പറയുന്ന മന്ത്രങ്ങൾ അതിലെന്താണ് ഉള്ളടക്കം എന്നുള്ളത് കൂടി നമുക്ക് പറയാതെ പറ്റില്ല. മഹാഭാരതത്തിൽ പറയുന്ന പോലെ ഇതിൽ പറയാത്തതായിട്ട് വേറെ എവിടെയും ഒന്നും കാണില്ല എന്ന് പറയാറുണ്ട്. യതിഹാസ്തി തദന്യത്ര എന്നയഹാസ്തി നതക്വചിൽ എന്നുള്ളൊരു വരിയുണ്ട്. അതുപോലെ ഇപ്പോൾ 10,000 കൊല്ലം മുൻപ് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ളൊരു കാര്യം വേദത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ കാലത്തായിട്ട് കമ്പയർ ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിൽ ഇൻഡ്യൂഷനിൽ അവരുടെ മനസ്സിൽ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങൾ വളരെ ഉയർന്ന ചിന്താഗതിയോടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് വേദത്തിലുള്ളത്. അപ്പോൾ ആ വേദത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, അതുകൊണ്ടാണ് അണുസിദ്ധാന്തമൊക്കെ, കണാദൻ്റെ അണുസിദ്ധാന്തമൊക്കെ നമ്മുടെ ദർശനങ്ങളിൽ ഉണ്ടെന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ആ ഗോപ്യമായിട്ടുള്ള രീതിയിൽ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നതാണ്. ബേസിക്കായിട്ടുള്ള പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്കായിട്ടുള്ള തിയറികൾ മുഴുവൻ വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതുപോലെ ആവണമെന്നില്ല. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ഉപകരണങ്ങളൊന്നും അതിൽ പറയില്ല. പക്ഷേ എന്താണോ അതിൻ്റെ പർപ്പസ്, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എല്ലാ വേദങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതാണ് വേദത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. ഏറ്റവും അധികം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേദത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എല്ലാം പോസിറ്റീവാണ്. നന്മ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേദം എവിടെയെങ്കിലും വായിച്ചു നോക്കാം. വേദത്തിന് വ്യാഖ്യാനങ്ങൾ പലതരത്തിലുണ്ട്, പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും വേദത്തിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് നമ്മൾ വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരുപാട് തിയറികൾ 10,000 കൊല്ലം മുൻപ് വേദത്തിലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു തിയറിയാണ് സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന സങ്കല്പമുണ്ട്. ഇത് ഏറ്റവും ആദ്യമായിട്ട് വേദത്തിലാണ് പരാമർശിച്ചത്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി ഉടനെ വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താലേ ഋഗ്വേദത്തിൻ്റെ അവസാനത്തെ സൂക്തത്തിൻ്റെ പേര്. സൂക്തം എന്ന് പറഞ്ഞാൽ കുറച്ച് മന്ത്രങ്ങൾ ചേർന്ന ഒരു ഭാഗത്തിനാണ് സൂക്തം എന്ന് പറയുന്നത്. അമ്പലങ്ങളിലൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വഴിപാട് ഐകമത്യ സൂക്തം അല്ലെങ്കിൽ സംവാദ സൂക്തം, പുരുഷ സൂക്തം, ആയുഷ് സൂക്തം, ഇങ്ങനെ സൂക്തങ്ങളുടെ പേരുണ്ട്. അത് കുറച്ച് മന്ത്രങ്ങളെ ഒരുമിച്ച് പറയുന്നതിനാണ് സൂക്തം എന്ന് പറയുന്നത്. സംവാദ സൂക്തം എന്ന് പറയുന്ന സൂക്തം അല്ലെങ്കിൽ ഐകമത്യ സൂക്തം എന്ന് പറയും. ഐകമത്യ സൂക്തമാണ് ഋഗ്വേദത്തിൻ്റെ അവസാനത്തെ സൂക്തം. അതിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യലിസത്തിൻ്റെ 100-1 ഇപ്പം ഈ മാർക്സ് ആയാലും എംഗൽസ് ആയാലും ലെനിനാണെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ മന്ത്രം വായിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാവും. മന്ത്രത്തിന് വ്യാഖ്യാനം ഒരുപാടുണ്ട്. സായണ ഭാഷ്യം പോലുള്ള നിരവധി ഭാഷ്യങ്ങൾ, വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ 1-2 വ്യാഖ്യാനങ്ങൾ നമ്മൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഈ പറയുന്ന അവസാനത്തെ സൂക്തത്തിൽ സംസമിജീവസേൻ തുടങ്ങുന്ന മന്ത്രമാണ്. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഹജിത്തമേഷ. സംസ്കൃതത്തിലാണെന്നൊരു കുഴപ്പം അതിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഒരുപോലെയാവട്ടെ, നമ്മുടെ മനോഭാവം ഒരുപോലെയാവട്ടെ, നമ്മുടെ പ്രവൃത്തി ഒരുപോലെയാവട്ടെ, നമ്മുടെ വാക്ക് ഒരുപോലെയാവട്ടെ. ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെയും വാക്കും പ്രവൃത്തിയും എല്ലാം ഒരുപോലെയാവട്ടെ.
എല്ലാവരും തുല്യരായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ എന്നാണ് ആ മന്ത്രത്തിൽ അർത്ഥം. ഇത് ഞാൻ പറയേണ്ടതല്ല, സംസ്കൃതം പഠിച്ച ആൾക്കാർക്ക് അത് നേരിട്ട് വായിച്ചാൽ മനസ്സിലാവും. വൈദിക സംസ്കൃതം പഠിച്ചാൽ വേഗം മനസ്സിലാവും. അതല്ലെങ്കിൽ എല്ലാ ഭാഷയിലും വേദത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അവൈലബിൾ ആണ്. വേദത്തിൻ്റെ മലയാളത്തിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, മലയാള വ്യാഖ്യാനത്തിലുണ്ട്, അതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ സംവാദ സൂക്തം എന്ന് പറയുന്ന സൂക്തത്തിലെ ആശയം എല്ലാവരും തുല്യരായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ. സമാനോ മന്ത്രസമിതി സമാനി സമാനം മന സഹചിത്തമേഷ. ഈ കാണുന്ന എല്ലാ ജനങ്ങളുടെയും മനസ്സും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഒരുപോലെ ആകട്ടെ. ഇതിൽ കൂടുതലൊരു സോഷ്യലിസം നമുക്ക് പറയാനില്ല. പ്രായോഗികമാവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും അതിലേക്ക് നമുക്ക് വരുമ്പോൾ എല്ലാവരും തുല്യരാണ് ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ. ഒരർത്ഥത്തിൽ നോക്കിയാൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതിന് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുപോലെ എത്രയെത്ര മന്ത്രങ്ങളാണെന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്നല്ലാതെ വേറെ എനിക്ക് മാത്രം മംഗളം ഉണ്ടാവട്ടെ എന്നുള്ളൊരു വരി നമുക്ക് മന്ത്രത്തിൽ കാണാൻ പറ്റില്ല. ശന്നോ അസ്തു ദ്വിപദേശം ചതുഷ്പദേ ഒരു വരിയാണ്. ഈ 10,000 മന്ത്രത്തിലെ ഒരു മന്ത്രത്തിൻ്റെ ഒരു വരിയാണ് ഞാൻ ചെയ്യുന്നത്. ശം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മംഗളം എന്നാണ്. അതുകൊണ്ടാണ് ശങ്കരൻ, മംഗളത്തെ ചെയ്യുന്ന ആളാണ് ശങ്കരൻ. നല്ല കാര്യം ചെയ്യുന്ന ആളാണ് ശങ്കരൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയാണോ വേണ്ടത്, ആ വാക്കിൻ്റെ അർത്ഥമാണ്. ശം നഹ അസ്തു, നമുക്കെല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. അസ്തു എന്ന് പറഞ്ഞാൽ ഉണ്ടാവട്ടെ, ഭവിക്കട്ടെ എന്നാണ്. നമുക്ക് എല്ലാവർക്കും, എനിക്കല്ല, എനിക്ക് മാത്രമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, പ്ലൂറലാണ്. നഹ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. നമുക്ക് എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. അവിടെ ദ്വിപദേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതി ശം നോ അസ്തു ദ്വിപദേ. ദ്വിപദേ എന്ന് പറഞ്ഞാൽ ഇരുകാലികൾക്ക്. ഇരുകാലി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ ഉദ്ദേശിച്ച് അവിടെ പറഞ്ഞു. ഇതൊരു കാവ്യാത്മകമായിട്ട് പറയും. അങ്ങനെയൊക്കെ ഇരുകാലികളായിട്ടുള്ള മനുഷ്യർക്ക് നമുക്ക് എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്നാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. ഉടനെ ആ മഹർഷി പറഞ്ഞിരിക്കുകയാണ് ശം ചതുഷ്പദേ. നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ. ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല. അത് എത്ര ദിക്കിലാന്നറിയോ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശം ചതുഷ്പദേ. ചതുഷ്പാൽ എന്ന് പറഞ്ഞാൽ 4 കാലുള്ള മൃഗങ്ങളത് അർത്ഥം. 4 നമ്മൾ പറയും. അതിനാണ് ചതുഷ്പാൽ. ചതുഷ്പദേ, 4 മംഗളം ഉണ്ടാവട്ടെ. എന്നാലോചിച്ചു, എത്ര ഉദാത്തമായ ചിന്തയാണ്. നമുക്ക് മാത്രമല്ല, മറ്റ് മൃഗങ്ങൾക്കും, ഈ ഭൂമിയുടെ അവകാശികളായിട്ടുള്ള മറ്റു മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും മംഗളം ഉണ്ടാവട്ടെ. അപ്പം ആദ്യം പറഞ്ഞു ശന്നോസ്തു ദ്വിപദേ. ഉടനെ അത് ക്ലാരിഫൈ ചെയ്യാണ് ചെയ്യുന്നത്, അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ശം ചതുഷ്പദേ. ഇരുകാലികൾക്കും 4 എല്ലാ ജീവജാലങ്ങൾക്കും മംഗളം ഉണ്ടാവട്ടെ. ഇതൊരു ചെറിയൊരു മന്ത്രമാണ്, പക്ഷെ അതിൽ എത്ര വലിയ അർത്ഥമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് വേദത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളത് വായിക്കുമ്പോഴേ നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഭാഗവതം കേൾക്കാനാണെങ്കിലും സഹസ്രനാമം ചൊല്ലാനാണെങ്കിലും നാരായണീയം ചൊല്ലാനാണെങ്കിലും റിട്ടയർ ചെയ്ത ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ തിരിച്ചാണ് വേണ്ടത്. കുട്ടികളെയാണ് അത് പഠിപ്പിക്കേണ്ടത്. കാരണം അവരാണ് ഇനി ജീവിക്കാനുള്ളത്. അവരാണ് ഇനി ഈ ലോകത്തെ നന്നാക്കിയെടുക്കാൻ ഭാവി വാഗ്ദാനമായിട്ടുള്ള ആൾക്കാർ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരെ പഠിപ്പിക്കണമെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് ക്യാച്ച് ദം യങ് എന്ന് പറയും. കുട്ടികളെ പിടിക്കണം. അതുകൊണ്ടല്ലേ സ്പോർട്സിൽ കുട്ടിക്കാലത്തല്ലേ നല്ല 60-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരല്ലല്ലോ നമ്മൾ ക്രിക്കറ്റിലോ ഫുട്ബോളിലൊന്നും കോച്ചിങ്ങിന് വിടുന്നത്. കുട്ടികളെ പഠിപ്പിക്കണം. നല്ല അടുത്ത തലമുറ ആ രീതിയിൽ വളരുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ശന്നോസ്തു ദ്വിപദേശം ചതുഷ്പദേ എന്നുള്ള അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ എത്രയോ മന്ത്രങ്ങളുണ്ട്. ഭദ്രം കർമ്മേഭി ശൃണുയാമ ദേവാ, ഒരു വേറെ മന്ത്രമാണ്. അതൊക്കെ എത്രയോ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രങ്ങൾ കേട്ടോ. ഏത് മന്ത്രം എടുത്താലും ഇതുപോലെ തന്നെയാണ്.
ഇതിൽ പ്രാർത്ഥന ഉണ്ടാവും, അതിൽ ആശംസ ഉണ്ടാവും, ദേവതകളുടെ വിവരണം ഉണ്ടായിരിക്കും, പ്രസ്താവന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ഭാഷയിലുള്ള പ്രയോഗങ്ങളാണ്, ഉദ്ദേശങ്ങളാണ് വേദത്തിലുള്ളത്. ഭദ്രം കർണേഭിശ്രുയാമദേവ, അല്ലയോ ദേവന്മാരെ, നമ്മുടെ ചെവികൾ കൊണ്ട്, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം, നല്ലത് അർത്ഥം. ഭദ്രം ശൃണുയാമ, ഭദ്രമായിട്ടുള്ള വാക്കുകൾ മാത്രം കേൾക്കാൻ ഇടവരട്ടെ. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് പറയില്ല. എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും പ്ലൂറലാണ്. ശൃണുയാമ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് ആ വെർബിൻ്റെ നാമം വരുന്നത്. ചെവി കൊണ്ട് നമുക്ക് നല്ലത് മാത്രം കേൾക്കാൻ ഇടവരട്ടെ. ഒരു പ്രാർത്ഥനയാണ്, ഭഗവാനുള്ള ഒരു പ്രാർത്ഥന എന്ന് വിചാരിച്ചാൽ മതി. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാ, അല്ലയോ ദേവന്മാരെ, ഭദ്രമായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ ഇടവരട്ടെ. ഞാൻ മുഴുവൻ ഇങ്ങനെ എല്ലാ മന്ത്രം പറയുന്നത് ഒരുപാടുണ്ടാവും, നമുക്ക് നിർത്താൻ പറ്റില്ല. ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്ര, ഭദ്രമായിട്ടുള്ള നല്ലത് മാത്രം കാണാൻ ഇടവരട്ടെ. അതല്ലേ വേണ്ടത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ. നല്ലത് കേൾക്കുക, നല്ലത് കാണുക, നല്ലത് അനുഭവിക്കുക, ഇതൊക്കെയല്ലേ വേണ്ടത്. ഒരിക്കലും നമുക്ക് ദോഷം വരണം എന്ന് ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെയല്ലേ ബാക്കിയുള്ളവർക്കും. അതുകൊണ്ടാണ് എല്ലാവരിലും ഈശ്വരൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് പറയാൻ കാരണം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാ ജീവജാലങ്ങളിലും, സർവഭൂതാനാം, മനുഷ്യരുടെ അല്ല, ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെന്ന വാക്കിൻ്റെ അർത്ഥം. ഉണ്ടായത്, ഇവിടെ പിറവി കൊണ്ടത്, ആ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഇത്ര വലിയൊരു ഉദാത്തമായ സങ്കല്പമാണ്. അപ്പം നമുക്ക് ഒരിക്കലും വേറൊരാളെ മനസാ വാചാ കർമ്മണ വിഷമിപ്പിക്കാൻ തോന്നാൻ പാടില്ല. കാരണം നമ്മളിലുള്ള അതേ ഈശ്വരാംശം തന്നെയാണ് മറ്റുള്ളവരുള്ളത്. ഞാൻ സുഖം ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാൻ വേറൊരാളെ മോശം വാക്കുകളെ കൊണ്ട് അയാളെ വിഷമിപ്പിച്ചാൽ അയാൾക്ക് ദുഃഖം ഉണ്ടാവും. നമുക്കുണ്ടാകുന്ന ദുഃഖം പോലെ തന്നെ അയാൾക്കും അതൊരു സുഖമല്ല, ദുഃഖം സുഖമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കഴിവതും വേറൊരു മനുഷ്യരെയോ മറ്റു ജീവികളെയോ ഉപദ്രവിക്കരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, മനസ്സ് ചിന്ത കൊണ്ട് പോലും പാടില്ല എന്ന് പറയാൻ കാരണം. പക്ഷേ ലോകം ഇന്ന് വളരെ തിരിഞ്ഞ പോയിരിക്കുന്നു. 100 കൊല്ലം മുൻപുണ്ടായിരുന്നതിനേക്കാൾ നെഗറ്റീവാണ് നമ്മുടെ ഇന്നത്തെ ലോകം. തമോ ഗുണപ്രധാനമാണ്. അത് തിരിച്ചു വരണമെങ്കിൽ ഇതുപോലെയുള്ള വേദം പോലെയുള്ള ഗ്രന്ഥങ്ങൾ മിനിമം നമ്മൾ കുറച്ചെങ്കിലും വായിച്ചിരിക്കണം. ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പം അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. ഒരു 100 കൂടെ പറയാൻ പറ്റും. ഞാൻ 1-2 പറയാം. നമ്മൾ ദിവസവും സന്ധ്യാവന്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ്. ഒരു മന്ത്രത്തിൻ്റെ അവസാനത്തെ വരിയാണ് സൂര്യ ആത്മാ ജഗതസ്തസ്ഥുഷശ്ച നിർവരി. ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ പ്രകൃതിയുടെ ആത്മാവാണ് സൂര്യൻ എന്ന് പറഞ്ഞത്. പുതിയൊരു സയൻസ് അങ്ങനെയൊന്നുമില്ല പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ല. സൂര്യ ആത്മാ ജഗത 3 പദം മാത്രം എടുത്താൽ മതി. ജഗത്തിൻ്റെ, പ്രകൃതിയുടെ അല്ലെങ്കിൽ ജഗത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, ഈ ഭൂമിയുടെ ആത്മാവാണ് സൂര്യൻ. സൂര്യ ആത്മാ ജഗത. ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ആത്മാവാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സയൻസ് പഠിച്ച് നമുക്കൊക്കെ അറിയാം. നമ്മളില്ലാതെയോ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്ന ആകെ ഒരു സോഴ്സേ ഉള്ളൂ, സൂര്യനാണ്. ആ സൂര്യനെ വന്ദിക്കാനാണ് നമ്മൾ ദിവസവും 3 നേരം സന്ധ്യാവന്തരം ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് വേദത്തിലൊക്കെ പറയുന്നത്. ഇനി വേദത്തിലിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഉപനിഷത്തിനെടുക്കാം, സമയം കളയുന്നില്ല. ഒരു 5 മിനിറ്റ് കൂടി പോരെ. ആൾക്കാർക്ക് അവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇത്ര വരെ വിരോധം അല്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധം കൈ അടിച്ചോളൂ, എനിക്കൊരു വിരോധമില്ല. ഇത്ര ഒരു 15 മിനിറ്റ് കൂടി തന്നിട്ടുണ്ട്.
താല്പര്യമുള്ളവർ കേട്ടാൽ മതി കേട്ടോ. എനിക്ക് ഇത് നിർബന്ധമില്ല. മടിയുള്ളവർക്ക് എനിക്ക് ആരോടും വിരോധമില്ല. ആൾക്കാർക്ക് വേറെ തിരക്കുണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമില്ല. കാരണം നിങ്ങൾക്ക് യോഗമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കാൻ യോഗം വേണ്ടത്. അതുകൊണ്ട് അതൊന്നും വിരോധമില്ല. പലർക്കും എനിക്കൊക്കെ ഉള്ളതാണ്. നമ്മൾ എങ്ങനെ നീറ്റ് പോവുക, ആദ്യം വീട്ടിൽ പോയി കുറച്ച് പണിയുണ്ട്, മൊബൈൽ നോക്കണം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പരിപാടിയുണ്ട്. പക്ഷെ അതൊന്നും വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞില്ല. ഓക്കെ. അപ്പോൾ സൂര്യ ആത്മാജഗതസ്തുഷസ്ഥ എന്നുള്ള വരിയിൽ, ഒറ്റ വരിയിൽ തന്നെ എത്ര വലിയൊരു പ്രപഞ്ച സത്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ അനവധി കാര്യങ്ങൾ വേദത്തിൽ പറയുന്നു. ഇനി ഉപനിഷത്തിൻ്റെ കാര്യം എടുക്കാം. ഉപനിഷത്ത് കുറേ ഫിലോസഫിയാണെന്ന് നിങ്ങൾക്കറിയാലോ. വേദത്തിനെ 4ആയിട്ട് വിഭജിച്ചില്ല. ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടിട്ടുണ്ട് പറയാം. കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലോ വെറുതെ ഡ്രൈ ആയിട്ടുള്ള വേദത്തെക്കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പോലും ആൾക്കാരുണ്ടാകാം. ഇനി മനസ്സിലാവില്ല. അതൊരു വിഷയമാണ്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, ഇങ്ങനെ 4 ഡിവിഷനാണ് വേദത്തിനുള്ളത്. നമ്മൾ സാധാരണ ഈ 10472 എന്ന് പറയുന്ന മന്ത്രം, അല്ലെങ്കിൽ അതുപോലെ 5692 ഇങ്ങനെയൊക്കെ മന്ത്രങ്ങളുള്ള ഓരോ വേദത്തിൻ്റെയും സംഹിത എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക് ടെക്സ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് സംഹിത എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ 3 ഭാഗം കൂടിയുണ്ട്. ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കണം, ഓരോ ആൾക്കാരും എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ആരണ്യകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമാണ് ആരണ്യകം. അരണ്യം എന്ന് പറഞ്ഞ കാട്, നമ്മൾ വാനപ്രസ്ഥം എന്ന് പറയും. ഇതൊക്കെ ഓരോന്നിനും അടുത്തതായിട്ട് പറയുന്നതാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. 4 ജീവിതത്തിൻ്റെ 4 ഭാഗങ്ങളാണ്. ബ്രാഹ്മണം കഴിഞ്ഞ് ആരണ്യം കഴിഞ്ഞ് ഉപനിഷത്ത്. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഉപനിഷത്തിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും അധികം ചർച്ചകൾ നടന്നിട്ടുള്ളത്. ഫിലോസഫി ഇത്രയും ഭംഗിയായിട്ട് പരാമർശിക്കുന്ന ഒരു പുസ്തകവും നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാൻ പറ്റില്ല, ഇന്ത്യയിലല്ലാതെ. ഫിലോസഫി ബുക്സ് ഒരുപാടുണ്ട്, പക്ഷെ അതെല്ലാം വേദത്തിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത് മാത്രമാണ്. ഞാൻ ആദ്യം ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയി. പ്രാചീനമായിട്ടുള്ള എല്ലാ ഭാഷകളുടെ വാക്കുകളിലും സംസ്കൃതത്തിന് സ്വാധീനം കാണാം. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും പഴക്കമേറിയ ഒരു ഭാഷയാണ് ജർമ്മൻ ഭാഷ. ജർമ്മൻ ഭാഷയിൽ ഞാൻ അടുത്തിടൊരു ലേഖനം വായിച്ചപ്പോൾ അനവധി വാക്കുകൾ സംസ്കൃത വാക്കുകളോട് സാദൃശ്യമുള്ള വാക്കുകളാണ് ജർമ്മൻ ഭാഷയിലുള്ളത്. അത് എക്സാമ്പിളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. മാതാപിത എന്നുള്ള, അതുപോലെ നമ്മുടെ സിസ്റ്റർ ഇതൊക്കെ നമ്മൾ ഫാദർ, പിതാ, മാതാ, മദർ, ഇങ്ങനെ അതൊക്കെ കൂടെ പറയാൻ ഇംഗ്ലീഷ് വാക്കുകളതൊക്കെ. ഇതിനോട് ബന്ധപ്പെട്ടുള്ള വാക്കുകൾ ജർമ്മനിയിലുണ്ട്. അപ്പോൾ ജർമ്മൻ ഭാഷയിൽ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഭാഷകളും മുഴുവൻ കടകൊണ്ടിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. ഞാനപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അത് വളരെയധികം റിസർച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉപനിഷത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഫിലോസഫിയിൽ ഇത്രയും ഉദാത്തമായിട്ടുള്ള ഫിലോസഫിക്കൽ തോട്ട്സ് ഉള്ള ഗ്രന്ഥങ്ങൾ ലോകത്തിൽ എവിടെ ഉണ്ടാവില്ല. 108 ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 ഉപനിഷത്തിലാണ്. 10 ഉപനിഷത്തിലെ ഈശാവാസ്യം, കേനം, കഠം തുടങ്ങിയിട്ടുള്ള കേന, കഠ, പ്രശ്നം, ഉണ്ടം, മാണ്ഡൂക്യം, തൈത്തിരീയ ഉപനിഷത്ത്, ഇങ്ങനെ 10 ഉപനിഷത്തിൻ്റെ പിന്നെ ഒരെണ്ണം കൂടി ഐതരേന്ദ്ര, സാമൂഹ്യം, ബൃഹദാരണ്യകം, ഇങ്ങനെ 10 ഓരോ ഉപനിഷത്തിലും ഓരോ തത്വചിന്തകളുടെ വിശദീകരണമാണ് പ്രധാനമായിട്ടും. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഇതൊന്നും വായിച്ചിട്ട് മാത്രം കാര്യമില്ല, ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. നമുക്കറിയാം സത്യം പറയണം, നല്ലത് ചെയ്യാമെന്ന് പറയാം. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ തിരിച്ചാണ്. കാരണം കലികാലമാണ്. അതുകൊണ്ട് അധർമ്മമാണ് അധികം ചെയ്യുന്നത് എല്ലാവരും. പക്ഷേ ഉപനിഷത്തിൽ പറയുന്ന പല ഫിലോസഫികളും നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വേണമെങ്കിൽ. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്ന് പറഞ്ഞത് ഉപനിഷത്തിൽ പറയുന്നതാണ്. അവിടെ എന്താ പറയണമെന്നറിയോ? അപ്പോൾ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നത് സത്യം വദ ധർമ്മം ചര. 8 അക്ഷരമുണ്ട്. ജീവിതത്തിൽ അത് മാത്രം ഈ ലോകത്തിൽ നമ്മൾ മാത്രം പോരാ, 10 ആൾ മാത്രം വിചാരിച്ചിട്ടല്ല, ലോകം മുഴുവൻ എല്ലാവരും ഇതുപോലെ അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നാമേ പണിവതു നാഗം, നമ്മുടെ ഈ സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്. തൈത്തിരീയോപനിഷത്തിൽ പറയുന്നത് സത്യം വദ ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദ. സത്യാന്നപ്രമദിതവ്യം, ധർമാന്നപ്രമദിതവ്യം. സത്യത്തിൽ നിന്നും വിട്ടുപോകരുത്, ധർമ്മത്തിൽ നിന്നും വിട്ടുപോകരുതെന്ന് പറയുന്നത്. ഇതൊക്കെ വായിക്കാനൊക്കെ കൊള്ളാം,
പക്ഷേ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവാം. പക്ഷെ വിഷമമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നാളെ മുതലേ ഇപ്പോൾ കേൾക്കുന്ന 100 പേരിൽ ഒരാളെങ്കിലും ശ്രമിച്ചു നോക്കും. സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ. ഉറപ്പിച്ചിട്ട് നാളെ മുതൽ തുടങ്ങിയാണ്. ആദ്യം കുറച്ച് ദിവസം വലിയ വിഷമമായിരിക്കും കേട്ടോ, ഒരു പരീക്ഷണമായിരിക്കും. സത്യം പറയാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് ആദ്യം തോന്നും. പക്ഷെ കുറച്ച് ദിവസം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് തന്നെ ഒരു ശാന്തത വരും. നമ്മൾ സത്യം മാത്രമേ വരുള്ളൂ. കുറച്ചൊക്കെ ആദ്യം വിഷമം ഉണ്ടാവും, കാരണം സത്യം മാത്രം പറഞ്ഞാൽ പ്രശ്നങ്ങൾ പലതുണ്ട്. അങ്ങനെ ലോകം അസത്യത്തിലേക്കാണ് ആ ചായ്വ് കൂടുതൽ. നമ്മൾ മാത്രം സത്യത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ടാവും. പക്ഷേ സത്യം മാത്രമേ പറയുള്ളൂ, ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ച് പ്രവർത്തിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു ആനന്ദം വളരെ കൂടുതലാണ്. മുഴുവനൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ കുറേശ്ശെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നിങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്, വിജയിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ പുസ്തകങ്ങളിൽ വായിച്ചിട്ടൊന്നും കാര്യമില്ല, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. എളുപ്പമല്ല, ശരിയാണ്, തുടക്കത്തിൽ എളുപ്പമല്ല. അതിനാണ് ഒരു വിദ്യ അഭ്യസിച്ചാൽ അധീതി ബോധ ആചരണ പ്രചാരണം എന്ന് പറഞ്ഞ 4 മെത്തേഡുകൾ പറയുന്നുണ്ട്. സംസ്കൃത വാക്കുകളാണ്. എന്താണത്? അധീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക, ഒരു വിഷയം പഠിക്കാതെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. 100 പൈസ ചേർന്നതാണ് 1 രൂപ എന്ന് നമ്മൾ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. 50 പൈസ എന്ന് പറഞ്ഞാൽ 2 50 പൈസ തൊട്ടുകൾ ചേർന്നാൽ 1 രൂപയാവും എന്ന് മനസ്സിലാക്കുന്നത് പഠിക്കണം. അതാണ് അധീതി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാം. ഒരു വിഷയം, എന്ത് വിഷയമാണെങ്കിലും, ശാസ്ത്രമാണെങ്കിലും ഏതാണെങ്കിലും, നമുക്ക് മാത്തമാറ്റിക്സ് ഏതോ ആവട്ടെ, നമ്മളത് പഠിക്കണം. അധീതി, അത് പഠിക്കുക. പിന്നത്തെ ഒരു കാര്യം, ഇതൊന്നും പിന്നെ അവിടെ നമ്മൾ പോകുമ്പോൾ ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ 3 എണ്ണം കൂടിയുണ്ട്: ബോധം, ആചരണം, പ്രചാരണം. ബോധം, അത് ഉൾക്കൊള്ളണം. അതിനാണ് ബോധം എന്ന് പറയുന്നത്. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വേറെ തലങ്ങളിൽ വർക്ക് ചെയ്യണം. നല്ല കാര്യമാണ്. പഠിക്കാൻ മെക്കാനിക്കലായിട്ട് പഠിക്കാം. 2 + 3 5, 2 + 3 = 5. നമുക്ക് ആർക്കും പഠിച്ചിട്ടില്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ ഇത് അപ്ലൈ ചെയ്താലേ കാര്യം. ആചരിക്കണം അല്ലേ? ഒരു കാര്യം നമ്മൾ പഠിച്ചോണ്ട് കാര്യമില്ല, അത് ആചരിച്ചാൽ മാത്രമേ. ട്രാഫിക് നിയമങ്ങൾ നമ്മൾ ആചരിച്ചാൽ മാത്രമേ ഇവിടെ അപകടങ്ങൾ കുറയുള്ളൂ, പ്രശ്നങ്ങൾ കുറയുള്ളൂ. ട്രാഫിക് നിയമം ഇട്ടിട്ട് വേണം വലത്തേക്ക് തിരിയാൻ. അത് നമ്മൾ ഒരു നിയമമാണ്, ആ നിയമം ആദ്യം പഠിക്കുക, പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളണം. അതാണ് ബോധം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു, ആചരിക്കണം, നമ്മളത് ചെയ്യണം. പിന്നിൽ വരുന്ന വണ്ടികളൊക്കെ നമ്മുടെ പിന്നിൽ ഇടിക്കാതിരിക്കാനും വേറെ സുരക്ഷാ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടും. അത് ആചരിക്കുക എന്നായിരുന്നു. അപ്പോൾ അധീതി, ബോധ, ആചരണം. പിന്നെന്താ വേണ്ടതല്ല? പ്രചാരണം, പ്രചരിപ്പിക്കണം. നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ചുമതല നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്നത്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് ബോധ്യമുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. കുട്ടികളോട് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ട്. അമ്മമാർക്ക് മാത്രമല്ല, അച്ഛന്മാർക്കും ഉണ്ട്. അപ്പോൾ അധീതി, ബോധ, ആചരണ, പ്രചാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിദ്യ സഫലമാവുകയുള്ളൂ. അപ്പോൾ സത്യം വര, ധർമ്മം ജര കാണാണ്ട് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഇതിപ്പോൾ ഒരു വേറെ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഉത്തമമാണെന്ന് വിചാരിക്കുന്ന ആദർശങ്ങളെ കുറിച്ചുള്ള വളരെ ഭംഗിയായിട്ടുള്ള പ്രതിപാദനങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളിലുണ്ട്. ത്യാഗം, നമ്മൾ വലിയ വർത്തമാനം പറയും. ഇപ്പോൾ യേശു ക്രിസ്തു ത്യാഗം ചെയ്തു. അങ്ങനെ മഹാത്മാക്കളായിട്ടുള്ള ഒരുപാട് പേര് ത്യാഗം ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ത്യാഗം ചെയ്തു, ജീവൻ ബലിയർപ്പിച്ചു. ഈ ത്യാഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കിട്ടിയത് ഭഗവത്ഗീതയിൽ നിന്നാണ്, ഈശാവാസ്യ ഉപനിഷത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈശാവാസ്യത്തിനെ കുറിച്ച് പ്രത്യേകം മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. ഈശാവാസ്യത്തിൽ ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ പറയുന്നത്, ഈശാവാസ്യം ഇതം സർവം യൽകിഞ്ച ജഗത്യാം ജഗൽ തേന ത്യക്തേന ഭുഞ്ജീഥ മാ ഗൃഹ കസ്യ സ്വിധനം. 4 വരിയുണ്ട്. ത്യാഗം ചെയ്താൽ മാത്രമേ നമുക്ക് സ്വർഗം അല്ലെങ്കിൽ മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. തേന ത്യക്തേന ഭുഞ്ജീഥ, നമ്മൾ ത്യാഗം ചെയ്തിട്ട് വേണം അനുഭവിക്കാൻ.
അതുകൊണ്ടാണ് പണ്ടൊക്കെ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ അന്നം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കഴിക്കാൻ എന്നൊക്കെ പഴയ കാരണന്മാർ പറയാൻ കാരണം. ഇപ്പം തിരിച്ചാണ്, എന്ത് കിട്ടിയാലും ആദ്യം നമ്മൾ കഴിക്കും, എന്നിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. നേരെ വിപരീതമാണ്. ന കർമ്മണാന വേറൊരു ഉപനിഷത്തിൽ പറയുന്നതാണ്, ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശോ. കർമ്മം കൊണ്ടൊന്നും നമ്മൾ അമരനാവുന്നില്ല. അമരൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മരണമില്ലാത്ത അവസ്ഥ ഉള്ള ആളാണ് അമരൻ. അമരത്വം നേടണമെങ്കിൽ കർമ്മം കൊണ്ട് കാര്യമില്ല, നല്ല സന്താനങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല, ധനം ധാരാളം സമ്പാദിച്ചുകൊണ്ട് കാര്യമില്ല. ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശോ. 10,000 കൊല്ലം മുമ്പ് എഴുതിയ ഉപനിഷത്തിലെ കാര്യമായിക്കണം. ഇന്നും വളരെ ശരിയല്ലേ? അതാണ് നമ്മുടെ വേദത്തിൻ്റെ പ്രത്യേകത. എന്നും സത്യമായിട്ട് നിലനിൽക്കുന്നതാണ് വേദം. ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശോ. ഇതുപോലെ അനവധി ഫിലോസഫി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ. അത് കുറേയും കൂടി പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അധർമ്മമാണെന്ന് തോന്നാം, പക്ഷേ അത് ആത്യന്തികമായിട്ട് ധർമ്മമായ കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ കാണുന്നത്. ഭഗവത്ഗീതയിൽ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കും യുദ്ധം ചെയ്യുന്നത് അധർമ്മമല്ലെന്ന് തോന്നും. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് പണ്ട് മുതലേ. പക്ഷെ അവിടെ ആത്യന്തികമായിട്ട് ധർമ്മം വിജയിക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അധർമ്മം വിജയിക്കും. അധർമ്മം നശിക്കാനും ധർമ്മം വിജയിക്കാനും അത്യാവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞിരിക്കുന്നതല്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി വേദം, ഉപനിഷത്ത്, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രകാശം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവനവന് വേണ്ടി വേണം, വേറൊരാൾക്ക് വേണ്ടി വായിച്ചിട്ട് കാര്യമില്ല. ഭഗവത്ഗീതയൊക്കെ വായിച്ചില്ലെങ്കിൽ ജീവിതം നഷ്ടമായി എന്ന് ഞാൻ പറയുന്നു. ഞാൻ അതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയണം. എത്ര പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണെന്നറിയാം. മഹർഷി വേദിക് യൂണിവേഴ്സിറ്റിയിൽ 75ഓളം യൂണിവേഴ്സിറ്റികളുണ്ട് അദ്ദേഹത്തിന്, മഹർഷി വേദിക്ക്. അവരുടെ പല മാനേജ്മെൻറ്റ് തിയറികളും ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കൃത്യമായിട്ട് അവർ ശ്ലോകം കോട്ട് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാരമായിട്ട് തള്ളേണ്ട ഒരു കാര്യമല്ല. പിന്നെ 1-2 കാര്യങ്ങളും കൂടി പറയാതെ പറ്റില്ല. 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞോളാം. നമ്മുടെ ഈ 10,000-കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഈ സംസ്കാരത്തിൽ കുറേശ്ശെ അനാചാരങ്ങൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്. പണ്ട് പറയും 1 കിലോ അരി എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് നെല്ലുണ്ടാവും. മലരെടുത്ത് നോക്കും, അതിന് കുറച്ച് നെല്ലിൻ്റെ ഉമിയുണ്ടാവും. സ്വാഭാവികമാണ്. അത് മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ നല്ലത് മാത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇത്രയും കാലമായിട്ട് ഇവിടെ ഈ സംസ്കാരം നിലനിന്നപ്പോൾ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് അനവധി ഉദാഹരണങ്ങളുണ്ടെങ്കിലും 1000 നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ ചിലപ്പോൾ ചില ദോഷങ്ങൾ വന്നിട്ടുണ്ടാവും. അത് മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് ദേശത്തിനും കാലത്തിനും അതിൻ്റെ ചുമതലയുണ്ട്. ഉദാഹരണത്തിന് പണ്ട്, ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊതുവെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ, ഇപ്പോഴുള്ള ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത് പ്രശ്നമില്ല. പഴയ ആൾക്കാർക്ക് എഴുതാറുണ്ട് വേദം എല്ലാവർക്കും പഠിക്കാൻ പാടില്ലല്ലോ, സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ലോ, സ്ത്രീകളും മന്ത്രം ചെല്ലാൻ പാടില്ലല്ലോ എന്നൊക്കെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. വേദത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വേദത്തിൽ ഇതാരും പഠിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഒരു വേദത്തിലും ഇന്നയാളെ, പ്രത്യേകിച്ച് യജുർവേദത്തിൽ അഥർവത്തിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, സ്ത്രീകളും നമ്മൾ ഈ ജാതി മതം ഒരിക്കലും നമ്മൾ കാണുന്നതല്ല. വർണ്ണം വേറെ ജാതി വേറെ, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. നമ്മളിപ്പോൾ ഈ പറയുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ളതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയാണ്. പണ്ട് ആ ഒരു രീതിയല്ല വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനമുള്ള ആൾ ബ്രാഹ്മണനാണ്. എത്രയോ ബ്രാഹ്മണരെ മറ്റ് ജാതി പറയാൻ പാടില്ല എന്ന് പറയിച്ചാലും നമ്മുടെ കർമ്മം കൊണ്ടും നമ്മുടെ ചിന്താഗതി കൊണ്ടുമാണ് ഓരോ ജാതി ഉണ്ടാവുന്നത്. ആനകളുടെ ഇടയിൽ അടക്കം മാതകലിയിൽ ആനയുടെ ചികിത്സാ ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊക്കെ ഓരോ മൃഗങ്ങളിലും ഈ തരത്തിലുള്ള വർണ്ണങ്ങൾ പറയുന്നത്. ബ്രാഹ്മണ സ്വഭാവമുള്ള ആന, ക്ഷത്രിയ സ്വഭാവമുള്ള ആന. ഇതിൻ്റെ പുസ്തകം നോക്കിയറിയാം. ആ പുസ്തകത്തിൽ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്വഭാവത്തെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
ലോകത്തിൽ വിശ്വാസവും ഭക്തിയും ശ്രദ്ധയുമുള്ള ആർക്കും വേദം പഠിക്കാമെന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. യജുർവേദത്തിലൊക്കെ അതിൻ്റെ കൊട്ടേഷൻ സ്ത്രീകൾക്ക് പഠിക്കാം. ഒറ്റ കാര്യമുള്ളൂ, അതിനോട് ഭക്തി ഉണ്ടാവണം, ശ്രദ്ധ ഉണ്ടാവണം. എല്ലാവർക്കും പഠിക്കാവുന്നതാണ് വേദം, ആർക്കും നിഷിദ്ധമല്ല. അടുത്ത കാലത്ത് കുറച്ച് ചില അനാചാരങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നത്. ഇങ്ങനെ കുറച്ച് അനാചാരങ്ങളുണ്ട്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ശ്രേഷ്ഠത ഇല്ലാതെ ആവുന്നില്ല. അതുപോലെ മനുസ്മൃതിയിൽ, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. മനുസ്മൃതിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മനുസ്മൃതി കത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യം അരുഹതി, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല, കൊടുക്കരുത് എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തെ അതിൻ്റെ വ്യാഖ്യാനം തെറ്റായിട്ടാണ്. അതിൻ്റെ ബാക്കി 3 വരി കൂടി മനസ്സിലാക്കിയാൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതേ മനുസ്മൃതിയിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതിൻ്റെ കൊട്ടേഷൻസ് ഉണ്ട്. ഒരു ഒറ്റ വരി പറയാം. നിങ്ങൾക്ക് മനുസ്മൃതി അവൈലബിൾ ആണ്, പുസ്തകം കിട്ടും, വായിച്ചു നോക്കൂ. ഇതിൽ പ്രക്ഷിപ്ത ശ്ലോകങ്ങളും ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കിക്കൊള്ളും, നല്ല കാര്യങ്ങൾ എടുക്കാനോ. എത്ര നാര്യസ്തു പൂജ്യന്തേ, ഇവിടെ കുറച്ച് സ്ത്രീകളിരിക്കില്ല, അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, ഈ മനുസ്മൃതിയിൽ പറഞ്ഞൊരു വരിയാണ്. വേറെ ശ്ലോകങ്ങളുണ്ട് കേട്ടോ. എവിടെയാണോ സ്ത്രീകൾ, എത്ര നാര്യസ്തു പൂജ്യന്തേ, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്. കാരണം സ്ത്രീ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, പ്രകൃതിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദിപരാശക്തി എന്ന് തന്നെ പറയാൻ കാരണം. സ്ത്രീ ഭാവമാണ്, അമ്മയാണ്, പ്രകൃതി അമ്മയാണ്. പ്രകൃതി എന്ന് പറയുന്നത് അമ്മയാണ്, ഭൂമി അമ്മയാണെന്ന് പറയും. പൃഥിവീതേ മാതാദ്യോ പിത വേദത്തിൽ പറയുന്നു. പൃഥിവി അമ്മയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ എല്ലാ ദേവീ ദേവന്മാരും രമന്തേ എന്ന് പറഞ്ഞാൽ രമിക്ക്, സന്തോഷമായിട്ടിരിക്കുന്നു എന്നാ വാക്കിൻ്റെ അർത്ഥം. എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. എത്ര നാര്യസ്തു പൂജ്യന്ത, ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ആൾക്കാർ തിരിച്ചു പറയുമ്പോൾ നമുക്ക് പറയാം, ഇങ്ങനെ ചില ശ്ലോകങ്ങൾ അതിനുണ്ടല്ലോ, അതെന്താ നിങ്ങൾ പറയാത്ത ചോദിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവും. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ ഈ ശ്രുതിയിലും സ്മൃതിയിലും പുരാണത്തിലും ഭാഗവതത്തിലും എല്ലാം, ഭാഗവതം ഉൾപ്പെടുന്ന പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉപനിഷത്തിനെ കുറിച്ച് പറയാൻ നൽകി എനിക്ക് നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. കഠോപനിഷത്തൊക്കെ എടുത്തു കഴിഞ്ഞാണല്ലോ, വാട്ട് ഈസ് ഡെത്ത്, എന്താണ് മരണം, എന്താണ് മൃതി എന്നുള്ളതിനെ കുറിച്ചൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഇത്തരം വലിയ ചിന്ത ഉള്ള ലോകത്തിൽ ഒരു പുസ്തകമില്ല. കഠോപനിഷത്തിലാണ് പറയുന്നത്. ചെറിയ ഇതാണ് അതൊക്കെ. ഈശാവാസ്യം കേനോപനിഷത്തൊക്കെ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാനുള്ളത് ഏറ്റവും നല്ലൊരു ഇതാണ് കേനോപനിഷത്ത്. ചെറിയ പുസ്തകമാണ്, പക്ഷെ കുറച്ച് വായിച്ച് പല പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുമ്പോൾ പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടല്ലേ അത് മനസ്സിലാക്കുന്നു. അതുപോലെ വിചാരിച്ചാൽ മതി, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു ആമുഖം എന്നേ പറഞ്ഞിട്ടുള്ളൂ. സാമൂഹികത്തിൻ്റെ പ്രാധാന്യമൊക്കെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അതൊന്നും ഇതിൽ വിഷയമല്ല. പക്ഷേ വേദത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്, നിങ്ങൾ വായിക്കണം. ഇപ്പോൾ പഠിക്കാനുള്ള സൗകര്യം ധാരാളമുണ്ട്, എല്ലാവരും പഠിക്കണം. എല്ലാവർക്കും വേദത്തിൽ പറയുന്ന സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേ. സംസ്കൃതം പഠിക്കാൻ അതിൻ്റെ കുഴപ്പമാണ്, ഒരാൾക്കാർ വായി പഠിച്ചിരിക്കുന്നത്. സർവേ ഭവന്തു സുഖിന, എല്ലാവരും സുഖം ഉള്ളവരായിട്ട് ഇരിക്കട്ടെ. സർവേ, ഓൾ പീപ്പിൾ എന്നർത്ഥം, എല്ലാവരും നോക്കും. സർവേ സന്തു നിരാമയ, ആർക്കും മാനസികമോ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഇതിൻ്റെ തന്നെ കാര്യം തരുന്നില്ല. നമ്മുടെ രോഗമില്ലാത്ത ഒരാളെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രോഗമുണ്ടാവും, അത് സ്വസ്ഥത പോയി. അപ്പോൾ രോഗമില്ലാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ വരട്ടെ. ആർക്കും ദുഃഖമില്ലാതിരിക്കും. മാഗസ്റ്റിൽ ദുഃഖഭാഗ് ഭവേ, ആരും ദുഃഖത്തോടുകൂടി ഇരിക്കാതെ ഇരിക്കട്ടെ, ദുഃഖം ഇല്ലാതിരിക്കട്ടെ ചുരുക്കം. ഇതാണ് നമ്മുടെ ആരുഷ സന്ദേശം, വേദത്തിൻ്റെ സന്ദേശം. ഇതാണ് വേദത്തിൻ്റെ ഒരു ആമുഖത്തിൻ്റെ ഒരു ആമുഖം. ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇങ്ങനൊരു വേദി ഇത്രയും ക്ഷമയോടുകൂടി കേട്ട എല്ലാവർക്കും എൻ്റെ പ്രത്യേക വിനീത നമസ്കാരം. ഇങ്ങനൊരു വേദി തന്ന ഇതിൻ്റെ സംഘാടകർക്ക്, എൻ്റെ സുഹൃത്തിനും
ഞാൻ പ്രത്യേകം ഈശ്വരനാമത്തെ നന്ദി പറയുന്നു. ഒരു അവസരം തന്ന് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനിന്ന് രാവിലെ കോഴിക്കോട് പരിപാടി വൈകുന്നേരത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ഓടിക്കളിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്നാലും വരാൻ കാരണം നമുക്ക് ഈ വിഷയത്തിനുള്ള താല്പര്യമാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നമുക്കിതിലൊരു ഇതിനെ പ്രചരിപ്പിക്കുക എന്നുള്ള, ഞാൻ പറഞ്ഞ പോലെ അധീതി ബോധ ആചരണ പ്രചാരണം പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ വിഷമമില്ല. ത്യാഗേനൈകേ അമൃതത്വമാനശം. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇവിടെ ഇരിക്കുന്നവർക്കും അല്ലാത്തവർക്കും സകല ജീവജാലങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. നല്ലത് തോന്നട്ടെ, നല്ലത് പ്രവർത്തിക്കുക.